എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഈ വേദിയിലേക്ക് വരുന്ന മത്സരാർത്ഥിയുടെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തൊരു ചെറിയ ചിരി പടരും. വേദിയിൽ ഒരു ഒറ്റയാനാണ്, അനുകരണകലയിൽ വലിയൊരു ആശാൻ, കുറെ അധികം കാലമായി നമ്മളുടെ വേദികളിൽ ചിരിച്ചും ചിന്തിപ്പിച്ചും മുന്നേറുന്ന ഒരു ഗജകേസരി. അദ്ദേഹത്തിന്റെ യോഗമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. വരുന്നു ഓൾറൗണ്ടർ മിമിക്രി കലയിലെ രമേഷ് പിഷാരടി. ഹായ് രമേഷ്. ഹായ് സാർ, നമസ്കാരം. ഇതൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം ഗംഭീരം, എല്ലാം അടിപൊളി. ഗ്ലാമർ കുറച്ച് കൂടിയോ സാറിനും? നമ്മൾ മ്യൂച്വൽ പ്രശംസിക്കാൻ തീരുമാനിച്ചാൽ പ്രേക്ഷകരെ അടിച്ചവിടെ നിർത്തും അല്ലേ? വെളുപ്പ് കുറച്ച് കൂടി. ഇല്ലെന്ന് ഇതൊക്കെ ഉള്ള കൂടിയിട്ടും കുറച്ചിട്ടൊന്നുമില്ല. എല്ലാ ബഡ്ജറ്റിലും ഇത് ഇത്രയും തന്നെ അനുവദിച്ച് കിട്ടുന്നുണ്ട്. ഇത്ര തന്നെ കിടക്കുക, കൂട്ടാനും കുറയ്ക്കാനും. സന്തോഷം. നമുക്ക് അവിടെ നിന്നാലോ? നിൽക്കാം. നമുക്ക് നിന്ന് കഴിഞ്ഞാലേ നമുക്കൊരു ചെയ്ത്തുണ്ട്. അതെ, ഒരു കൈയൊക്കെ പിടിച്ച ഒരു സുഖം കിട്ടും. പറയൂ സാർ. രമേശ്, ജീവിതമൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? അധികം പേരും ഒരു കുഴപ്പമില്ല. ഇല്ല. അലച്ചിൽ കൂടുതലോ തിരക്ക് കുറവോ? അലച്ചിൽ പഴയ പോലെ ഇല്ല. പഴയ അലയുന്നില്ല. സ്റ്റേജ് ഷോകൾ ഒരുപാട് ചെയ്തിരുന്ന സമയത്ത് ഒരു തെക്ക് വടക്കുള്ള ഒരു യാത്ര ഉണ്ട്. ഒറ്റ യാത്രയായിരുന്നു. എന്നാ പോകാരുന്നത് അത്. പക്ഷെ ടോട്ടൽ അവസാനം കണക്കെടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ആവശ്യത്തിനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അത്ര അലഞ്ഞിട്ടുള്ളത് കൊണ്ട് മൊത്തം നോക്കുമ്പോൾ കറക്റ്റ് അലച്ചിലായിട്ടുണ്ട്. ഇപ്പൊ നാട്ടുകാർക്ക് വിവരം വെച്ചാണോ നമുക്ക് വിവരം വെച്ചാണോ? രണ്ടും കൂടെ ഒന്നിച്ചാന്ന് തോന്നുന്നു. ഒപ്പല്ലേ, ഞാനും നാട്ടുകാരി പെട്ടതാണല്ലോ. അപ്പൊ നാട്ടുകാർക്ക് മാത്രം ഒരു വിവരം ഇല്ല, അവർക്ക് വിവരം വെക്കുന്ന കൂട്ടത്തിൽ. രമേശ് മനസ്സുകൊണ്ട് കുറയ്ക്കത്തില്ലല്ലോ. ഇത് നല്ല പുത്തൻ തടയുന്ന കേസല്ലേ? അല്ല, അങ്ങനെ പുത്തൻ തടയുന്നുണ്ടെങ്കിലും കുറച്ചിട്ടുണ്ട്, നല്ലോണം കുറച്ചിട്ടുണ്ട്. ആണോ? എന്താ അയ്യോ, അങ്ങനൊക്കെ ഒരു അവസ്ഥ ഉണ്ടായോ? അല്ല, പുത്തൻ തടയുന്ന കിട്ടാലോ. ഇപ്പൊ പഴയ പോലെ നമ്മൾ ഓരോ ഉത്സവം തടയുന്നില്ല എന്നുള്ളതാണ്. അല്ലല്ല, അവിടെ ഇവിടെയൊക്കെ പോയി നമുക്ക് ഓരോന്ന് പറയാൻ പറ്റത്തില്ലെന്നേ. ഇത് ഒരു വീട്ടിൽ 3 യൂട്യൂബ് ചാനൽ വെച്ചുണ്ട്. എല്ലാവരും ഇതിന്റെ കണ്ടന്റ് അന്വേഷിച്ച് നടക്കുക. അപ്പൊ നമ്മൾ എവിടെ പോയി എന്ത് പറഞ്ഞാലും അതിപ്പോ ഇന്റർനാഷണൽ, ലോകം മുഴുവനുള്ള എല്ലാവരും കാണും. മൊത്തം യൂട്യൂബ് ചാനൽ. അത് നമ്മൾ ഒരാൾക്ക് വേണ്ടി പറഞ്ഞതാണേലും ഈ 5 അപ്പം കൊണ്ട് 5000 പേർക്കല്ല, നമ്മളുടെ 5000 പേർക്ക് വെച്ച് പറയുന്നത് ഒരു 5 ലക്ഷം പേര് കണ്ടിട്ട് ഇവരെല്ലാം ഇത് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലെന്നും അങ്ങനെ പറയാൻ പാടില്ല, പറയാമായിരുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് മൊത്തത്തിൽ സ്റ്റേജ് പരിപാടികൾ മാത്രമല്ല അതിന്റെ തം ടൈറ്റിലും നെയിമും ഒക്കെ വലിയ സംഭവമായിരിക്കും. രമേഷ് പിഷാരടി എന്ന് വെട്ടി വീഴ്ത്തി ആള് 4 തുണ്ടം. അങ്ങനെ കുറെ വരും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടികൾ അങ്ങനെ കൃത്യമായിട്ട് ഒരുപാട് അലച്ചിലൊന്ന് കുറച്ചു. മാത്രമല്ല നമ്മൾ ഈ ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റി ഇവരുടെ ഈ സാധനം കാണാറുണ്ട്. കാണാനാകുമ്പോൾ അവര് തന്നെ നിന്ന് പറയുന്നേ ഉള്ളൂ. ഈ അടുത്തിടെ നമ്മുടെ ഉപ്പുമുളകിനെ കുറിച്ച് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതില് ശിവാനി എന്ന് പറഞ്ഞ കുട്ടി അവിടെ തന്നെ ഉണ്ട്. ആ കുട്ടി എന്തോ 2 ആഴ്ച എന്തോ അവധി പോയി. അപ്പം ശിവാനിയും ഉപ്പുമുളകും വിട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ആ കുട്ടിയാണോ ഇനി പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് കണ്ടു നോക്കി, ഒരു പെൺകുട്ടി ഇറങ്ങി എന്ന് പറയാണ്. എല്ലാരും പറയും. അതും അങ്ങനെ നമ്മളിപ്പോ എവിടെയെങ്കിലും ചെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്നിരുന്ന ഒറ്റയ്ക്കൊരു കുഞ്ഞൊരു തമാശ അവിടെ ഒരു 500 പേർക്ക് വേണ്ടി പറഞ്ഞാലും അത് അവിടെ നിന്ന് പോവല്ലോ. അപ്പോഴേ പോയി അതിന്റെ താഴെ വന്ന് പറയുന്നതുകൊണ്ടും പിന്നെ നമ്മൾ തമാശ പറയുന്നത് പോലും പല സ്റ്റേറ്റ്മെന്റുകളായിട്ടൊക്കെ എടുക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ ബാക്കി വാലും തലയൊന്നും ആ സാധനം മാത്രം എടുത്തിട്ടല്ലേ? ആ സാധനം മാത്രം ബ്രേക്കിംഗ് അല്ല, ടെലിവിഷനിലായിരിക്കും ബ്രേക്കിംഗ് ന്യൂസ് എല്ലാത്തിലും വരും. അതുകൊണ്ടാണ് ബിഗ് ബ്രേക്കിംഗ് തകർന്ന്. ബിഗ് ബ്രേക്കിംഗ് ഒക്കെ രാവിലെ തൊട്ട് സാറ് തുടങ്ങുമല്ലേ. എന്ത് പണിയാ. ഞാൻ ഈ ഇടയ്ക്ക് എപ്പോഴും അസൂയോടുകൂടി നോക്കുന്നുണ്ട്. എങ്ങനെ പോലും ഒരു 7-8 മണിക്കൂർ ഇപ്പൊ എല്ലാ ദിവസവും ഓണറുണ്ടല്ലോ. 7 മണിക്കൂർ ആകാശത്തോ സാറ്റലൈറ്റിൽ എത്തിയിട്ട് താഴോട്ട് വരുന്നു. പക്ഷേ ഒരു ചെറിയ കാര്യമല്ല. 7-8 മണിക്കൂർ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ടിവിയിൽ വരുന്നു, എല്ലാ ദിവസവും പ്രശ്നം. അതായത് ഇപ്പോൾ വേണമെങ്കിൽ പേരൊന്ന് മാറ്റാം, ടെലിവിഷനിലെ ബംഗാളി അങ്ങനെ വേണമെങ്കിൽ തൊട്ട്. അപ്പൊ രമേശ്, നമുക്കേ ഇന്ന് രമേശിന്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മുടെ ദേശം കുന്നുംപുറത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഹായ്, നമസ്കാരം. അപ്പൊ ഒന്ന് കൈയടിച്ചു കൊടുത്തേ. അടിപൊളി അടിപൊളി. ദേശം കുന്നുംപുറത്ത് നാഗപ്പാട് 2 ആണുങ്ങളും ബാക്കി മുഴുവൻ സ്ത്രീകളും. ഇത് എന്ത് പറ്റി അവിടെ? മക്കി പറഞ്ഞോളൂ, എന്ത് പറ്റി? അവിടുത്തെ പുരുഷന്മാരെല്ലാം നാട് കടന്നോ? അവിടെ കൂടുതലും സ്ത്രീ കലാകാരികളാണ്. ബാക്കി എല്ലാവരും ജോലിക്ക് പോയി. ഓ അത് ശരി. അതാണ് അത്. ഇങ്ങനെ ഇപ്പൊ കലാപരിപാടി കാണാനൊന്നും ഇരുന്നാലേ വൈകിട്ട് അവർ അന്നം മുട്ടിപ്പോവും. അതെ, ഞങ്ങളെങ്ങനെ ഞങ്ങളിപ്പോ ജോലിക്ക് വന്നിരിക്കുക, നിങ്ങള് കാണാനും. രമേശേ, എന്തോ ഇപ്പോ 5 മക്കളിൽ അവസാനത്തെ ആൾ ഇത്രയും വലിയ ബലിതക്കാരനായി. ബാക്കി 4 മക്കൾ അങ്ങോട്ട് പോയി. 4 മക്കളില് ഒരാൾ ഡിഫൻസ് അക്കൗണ്ട്സിലാണ്, 2 ആണുങ്ങൾ കൊച്ചി തന്നെ ഉണ്ട്. ഒരു സഹോദരി ബാംഗ്ലൂരാണ്, ഒരു സഹോദരി ബോംബെയിലാണ്. വിമല, നിർമ്മല, സന്തോഷ്, സതീഷ്. എന്റെ അമ്മോ, അവരുമായിട്ടൊക്കെ ഒരു ചങ്ങാത്തം എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ എപ്പോഴും ഉണ്ട്. ഈ രമേഷ് പിഷാരടി എന്ന ഹാസ്യ കലാകാരൻ വേദിയിൽ വരുമ്പോ അത് എൻജോയ് ചെയ്യാനായിട്ട് ഈ സഹോദരങ്ങൾ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുറവാണ്, വളരെ കുറവാണ്. എനിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണോ? അതല്ല, എനിക്ക് വലിയ പ്രശ്നം പോലും കൊണ്ടുപോകില്ല. എല്ലാം ഓക്കെ ആണെങ്കിൽ എന്റെ വീട്ടുകാരോ ബന്ധുക്കളോ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ള ബോധ്യം വന്നാൽ എന്നെ ഒന്ന് കെട്ടിയിട്ട പോലെ ആയി പോകും. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പത്നി, പൂനെയിലെ പത്നി അല്ല, നമ്മുടെ സ്വന്തം പത്നി. പൂനെയിലെ പത്നിയൊക്കെ അത്യാവശ്യം നല്ലോണം മലയാളം പഠിച്ചു. നല്ലോണം മലയാളം പറയുന്നുണ്ട്. ഇതുവരെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടന്നല്ലേ ഓരോ കാര്യങ്ങൾ. പലതും മലയാളം അറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ മലയാളം മനസ്സിലായോ? ഞാൻ ഈ കല്യാണം കഴിക്കുന്നവരെ എന്റെ ഒരു 5-6 എപ്പിസോഡുകൾ കൂടുതൽ ഒന്നും തന്നെ കാണാതെ കല്യാണം കഴിച്ചത്.
പഠിച്ചത്. ഇപ്പൊ എല്ലാം കാണുന്നുണ്ട്, എല്ലാം പഠിച്ചു മനസ്സിലാക്കി. ഇപ്പോഴായിരുന്നെങ്കിൽ കല്യാണം നടക്കുമെന്ന് പറയാൻ അതിനെ കുറിച്ച് തന്നെ ഞാൻ സംശയിച്ചിരിക്കുന്നു. അന്നത് അങ്ങനെ സംഭവിച്ചു. അല്ല, ഈ സാധാരണഗതിയിൽ ഞാൻ അന്നും ചോദിക്കണമെന്ന് ചോദിച്ചു. രമേശ് നേരത്തെ വന്നപ്പോഴും എങ്ങനെ രമേശ് പൂനെ ചെന്ന് വിട്ടു, അല്ലെ പൂനെക്കാരി എങ്ങനെ തൃപ്പൂണിത്തുറ വന്നിറങ്ങി? അല്ല, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഗവൺമെന്റ് ഈ സിംഹവാലം കുരങ്ങനെയും കടുവേനെയൊക്കെ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിക്കണം. ഭീഷണി നേരിട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ച് കെട്ടിയതായതുകൊണ്ടേ ആലോചിച്ച് അങ്ങ് എത്തിയപ്പോ ഈ സംസ്ഥാനത്ത് നിന്നൊന്നും കിട്ടുന്നില്ല, ലഭ്യമല്ല, അങ്ങ് എത്തിപ്പോയി. മാത്രമല്ല, കാര്യം ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ പരിപാടി കാണലും കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോ ചെറുക്കൻ എന്താ ജോലി, മിമിക്രിയാണ്, ചിലപ്പോ രക്ഷപ്പെട്ടേക്കെന്നൊക്കെ പറയുമ്പോ അതിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഭൂരിപക്ഷം ആൾക്കാരും ഈ സിനിമയെക്കാളും പ്രശ്നമാണോ മിമിക്രി? ഭൂരിപക്ഷം ആൾക്കാരും പ്രേമിച്ച് കിട്ടുന്നത്. എനിക്ക് എന്തോ പ്രേമിക്കാൻ പറ്റിയില്ല. രമേശിന് സമയം കിട്ടിയില്ല എന്നൊക്കെ രമേശ് ചിലരങ്ങളൊക്കെ പറഞ്ഞു. അതാണ് സമയം. അന്നും സ്റ്റേജ് പ്രോഗ്രാം എങ്ങനെയെങ്കിലും ഇതിൽ ആളാവണം എന്നുള്ള വലിയ ആഗ്രഹത്തിലായതുകൊണ്ട് തലയിൽ വേറെ ഫോൾഡറുകളൊന്നും തുറന്നില്ല. ചില പ്രണയമൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നി തുടങ്ങുമ്പോ തന്നെ ഞാൻ തന്നെ തല്ലിക്കെടുത്തും. വേണ്ട. അതിനിടയിൽ ഏതോ ഇരട്ടവര ബുക്കിൽ ഏതാണ്ട് ഒരു സാധനം എഴുതി ഒരു പെങ്കൊച്ചിന് കൊടുത്ത് അവളുടെ അടുത്ത് മുഖത്തടിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അതൊരു കത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പ്രീഡിരിക്ക് ചവിട്ടി കൂട്ടി മുഖത്തിട്ടു. ഇല്ല, ഞാൻ കൊടുത്തു. ഞാൻ കൊടുത്തപ്പോൾ അവള് മേടിച്ചിട്ട് എന്താ ഇതെന്ന് ചോദിച്ചു. പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാനൊരു മനസ്സാണ്. അപ്പൊ അത് തിരിച്ചു തന്നു. ഞാൻ മേടിച്ചോണ്ടിങ്ങ് പോന്നു. അപ്പൊ തന്നെ ഇല്ല, കൊടുക്കാനുള്ള പരിപാടി ഉണ്ടോ? ഇല്ല. ഇപ്പൊ ആ കട അന്ന് തന്നെ അടച്ചോ? ആ കട അന്ന് തന്നെ അടച്ചു. പിന്നെ തുറക്കേണ്ടി വന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് നമ്മൾ പ്രണയം പറഞ്ഞാലും നമ്മൾ ഒരാളെ തന്നെ ഫോക്കസ് ചെയ്യണമല്ലോ. അത് വലിയ പാടാണ്. അപ്പൊ അതുമല്ല, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ പ്രണയിച്ചാലും അടുത്തിരുന്ന് വർത്താനം പറയാൻ ബസ് കയറ്റി വിടാം, തിരിച്ചു വരെ ഇത്രയല്ലേ ഉള്ളൂ. പ്രണയിച്ചില്ലെങ്കിൽ എല്ലാരും ബസ് കയറ്റി വിടാലോ. കുറച്ചുകൂടെ ഒരു വലിയ ഡീലിംഗ് ആയിരുന്നു. ഈ എനിക്കൊന്ന് രമേശ് വ്യാപകമായി പെണ്ണ് കാണാൻ നടന്നത് ആ ബോൾഗാട്ടി ധർമ്മജന്റെ കൂടെയാന്ന് പറഞ്ഞു. അല്ല, ധർമ്മജൻ ബോൾഗാട്ടിയെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കാര്യം ഇതിനകത്ത്. അല്ല, അവന് ഞാൻ സ്പെഷ്യലിസ്റ്റ് ആണോ? അല്ല, അവൻ ഒളിച്ചോടിയതാണല്ലോ. അവൻ ഈയിടയ്ക്ക് ഒന്നും കല്യാണം തകർത്ത് കളഞ്ഞു കേട്ടോ. യഥാർത്ഥത്തില് ധർമ്മജൻ വിവാഹിതനായി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്യാപ്ഷൻ ഇവിടെ ഒരു മാഗസീനിൽ കിടക്കുന്നത്. എന്റെ ഭാര്യ വിവാഹിതനാകുന്നു, ധർമ്മജന്റെ കുറിപ്പ്. ഇതൊക്കെ ഓൺലൈനിൽ രാവിലെ ഞാൻ എണീക്കുമ്പോ ഇവൻ തലേന്ന് പറഞ്ഞു. രമേശ് പറഞ്ഞായിരുന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതായത് ധർമ്മജൻ വിവാഹിതനായി, പുള്ളിയുടെ ഭാര്യ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇയാൾ രണ്ടാം കെട്ട് കിട്ടിയോ, അങ്ങനെയാണ് ഇയാളെ ഒന്ന് കാണണമല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇയാള് പണ്ട് ഒളിച്ചോടിയിരുന്നെന്നും 25 കൊല്ലം വനവാസത്തിലായിരുന്നെന്നും ഇപ്പോൾ അതിനുശേഷം മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. അത് ചുമ്മാ ചെന്നാൽ മതി. പക്ഷെ അവന്റെ ഒരു ആഗ്രഹമായിരുന്നു മാലയിട്ടൊരു ഫോട്ടോ ഒന്നും എന്റെ കയ്യിലില്ലല്ലോ. അതുകൊണ്ടൊരു മാലയൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമാണ് പുള്ളി ഒരു കെട്ടോടെ കെട്ടിയത്. മാരേജ് സർട്ടിഫിക്കറ്റിന് രജിസ്റ്റർ ഓഫീസിൽ പോയാൽ മതി. പക്ഷെ ഒരു ഫോട്ടോ മാല ഇട്ടതൊന്നും ഇല്ലാതെ അന്ന് ഓടിയത് കൊണ്ടും എന്നൊരു ആഗ്രഹം വന്നുകൊണ്ടും പോയി കെട്ടി. ഇവർക്ക് നേരെ ഓടാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പിന്നെ എന്റെ ഫോൺ അന്നത്തെ ദിവസം എനിക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. പതുക്കെ ആൾക്കാർക്ക് ഇത് ചോദിക്കണമെന്നുണ്ട്. എന്നോട് ചോദിച്ചാൽ അറിയാം എന്റെ എന്താ ധർമ്മജൻ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാൽ എന്നെ വിളിക്കും. ഞാൻ ഒന്നും പേടിക്കാനില്ല, മറ്റേ തന്നെയാന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ ഒരു പെണ്ണെ കണ്ടിട്ടുള്ളൂ. അതേ ഉള്ളൂ. ഒറ്റ പെണ്ണ് കണ്ടു. നമ്മൾ ഇന്നത്തെ ഈ ഫോട്ടോയും വാട്സപ്പും ഒക്കെ ഇത്ര ഉള്ളൊരു കാലത്ത് നമ്മൾ വെറുതെ ഒരാളെ ഫോട്ടോ കണ്ട ശേഷം ചെന്ന് കണ്ടിട്ട് ഇഷ്ടമല്ല എന്ന് പറയേണ്ട ഒരു ആവശ്യകത ഇല്ലല്ലോ. നമുക്കൊരു അറിയാവുന്ന കാലഘട്ടമായിരുന്നല്ലോ. അതുകൊണ്ട് ചെന്ന് കണ്ടാൽ ഞാൻ ഇത് തന്നെ ഉറപ്പിച്ചിട്ട് ചെന്നാ പെണ്ണ് കണ്ടത്. അല്ല, ഈ രമേശ് വൈഫിന്റെ പേര് കിളിയെന്നാക്കി മാറ്റിയെന്ന് പറഞ്ഞു. കിളിയെന്ന് വിളിക്കും. ഈ നാട്ടിൽ ഏതെങ്കിലും കിളിയെ ഓർപ്പെടുത്താൻ വേണ്ടി വിളിച്ചാണോ അത്? അല്ല, പെണ്ണ് കാണാൻ ചെന്നിട്ട് വർത്താനം പറയുമ്പോഴേ ഹിന്ദി നാട്ടിൽ വളർന്ന ആളാണോ. രമേശ് എത്ര ഹിന്ദി അറിയാം? എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഹിന്ദി അനുവാദം. അപ്പൊ ഞാൻ ധന്യവാദ്, ശുക്രിയ. അപ്പോ വർത്താനം പറഞ്ഞപ്പോ ചില തത്ത വർത്താനം പറയുന്ന ഒരു ഫീല് കിട്ടി എനിക്ക്. അതെങ്ങനെയായിരിക്കും അത്? രമേശിന്റെ എന്തോ രമേശിന്റെ വ്യൂ പോയിന്റ്. ഞാൻ പറഞ്ഞു എന്റെ ജോലി ഇന്നതാണ്, ചിലപ്പോ മാസക്കണക്കിന് പുറത്തു പോകും, പല കുഴപ്പമില്ല പെട്ടെന്ന് ഒരു തത്ത ഈ വൺ വേർഡ് ആൻസറുകൾ ഇങ്ങനെ ഒരു തത്ത പറയുന്ന പോലെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു കിളിയെ പോലെ തോന്നി. കിളി നിട്ടു. അവസാനം അവരെ താമസിച്ച വീട്ടിൽ കിളിക്കൂടെന്ന് പേര് കിളിക്കൂട് ഒരു ഫ്ലാറ്റ് ആണ്. അപ്പൊ ഫ്ലാറ്റ് ഏതാണ്ട് തെങ്ങിന്റെ ഒക്കെ ഒപ്പം പൊക്കോ. ബാൽക്കണി നോക്കിയാൽ നമ്മള് അയൽക്കാര് കിളികളാ, പരുന്തൊക്കെ ഇങ്ങനെ ഒപ്പം പറന്നു പോകണം, നമുക്ക് നേരെ കാണാം. അപ്പൊ അങ്ങനെ കിളിക്കൂടുന്ന് പേരിട്ടതാ. നമ്മുടെ ഈ പുനക്കാരി ഹിന്ദിയൊക്കെ പഠിച്ച് രമേശിന്റെ മിനിമം ഹിന്ദിയിൽ ജീവിച്ചു പോകുമ്പോഴേ ഈ ദാമ്പത്യം കുറച്ച് തമാശ രീതിയിൽ പുഷ്പിച്ച് കാണുമല്ലോ. എനിക്ക് വീട്ടിൽ ഞാൻ ആ ലെവലിൽ ഒരു തമാശയും പരിപാടികളും വീട്ടിൽ ഭയങ്കര സീരിയസ് മനുഷ്യയാണ്. സീരിയസും അല്ല. ഈ തമാശക്കാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യം രമേശ്, ഒരു ഉള്ളുകൊണ്ട് കടുത്ത സീരിയസ് പാർട്ടികളായിരിക്കും അവർ. അല്ല, സീരിയസ് എന്ന് പറയുന്നത് ഹ്യൂമർ ഇസ് എ സീരിയസ് ബിസിനസ് എന്ന് പറയും. തമാശയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തമാശ. അപ്പൊ അതുകൊണ്ട് ഉള്ള പരിപാടികളുള്ളൂ. വീട്ടിൽ അങ്ങനെ തമാശ പറയുന്നത് പലപ്പോഴും ഞാൻ പറയുന്ന തമാശകൾ അവർക്ക് അത്ര കണ്ട് മനസ്സിലാക്കൊള്ളുന്നില്ല. ഞാൻ ആദ്യം കല്യാണം കഴിഞ്ഞ എവിടെയോ ഒരിക്കൽ പോളണ്ടിനെ കുറിച്ച് മിണ്ടരുതെന്ന് പറഞ്ഞപ്പോ തന്നെ ഇത് എന്താന്നൊക്കെ ചോദിച്ചു. സന്ദേശം കണ്ടിട്ടില്ല, സന്ദേശത്തിലെ ഈ ഡയലോഗ് അറിയില്ല. അപ്പൊ ഞാൻ പെണ്ണ് കണ്ടു കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ ഇടയിൽ ഫോൺ വിളിക്കുന്ന സമയമുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവളോട് ചോദിച്ചു, നീ കലണ്ടറിൽ ഗുണനം വെട്ടി തുടങ്ങിയോന്ന് ചോദിച്ചു. ഈ പഴയ പടങ്ങളിൽ കലണ്ടറിൽ ഡേറ്റ് ഇങ്ങനെ വെട്ടി 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 വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്. അതെന്താന്ന് ചോദിച്ചു. ഞാൻ പണ്ടത്തെ പടങ്ങളിൽ
പടം പറഞ്ഞില്ല, ശാരദയൊക്കെ പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു പറഞ്ഞു. പിന്നീട് ഒരിക്കൽ ചോദിച്ചു, ഇന്നാളൊരു ശാരദ എന്ന് പറഞ്ഞൊരു ആന്റിയെ പറ്റി അതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി തമാശ ഇനി വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചെലവാക്കേണ്ട കാര്യമില്ല, വേണ്ട. കുറെ കാലം മുമ്പാണ് ഈ നമ്മുടെ അമ്പിളിച്ചേട്ടൻ ജഗദീഷ് ശ്രീകുമാർ കത്തി നിൽക്കുന്ന കാലത്ത് അത് എന്നോട് ഒരു ഉപദേശം തന്നു, സ്വന്തം ഭാര്യയുടെ കോമഡി പറയാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞു. വേറെ സാഹചര്യത്തിൽ അത് പറഞ്ഞത്. കാരണം അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള സാഹചര്യങ്ങളില്ല, വളരെ രസങ്ങളുണ്ടാവും, പക്ഷെ അങ്ങനെ കോമഡി. എന്റെ വീട്ടിൽ തന്നെ എങ്ങനെയാ, ഇപ്പൊ രമേശ് വീട്ടിലോട്ട് വന്നിട്ട് 2 കോമഡി അടിച്ച് ഇഡ്ഡലിയും ചായയും ഉറപ്പായിരിക്കും. ഞാൻ കോമഡി അടിച്ച ഇഡ്ഡലി ഉള്ള ഇഡ്ഡലി നിങ്ങൾ മാവ് അരയ്ക്കാൻ പറയുക, നിങ്ങളുടെ കോമഡിക്ക് അവിടെ മാറ്റി വെക്ക്, നിങ്ങളൊരു തേങ്ങ ചരണ്ടി അങ്ങനെ പറഞ്ഞാലാണ്. രമേശ് എന്തോ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പോകണു അങ്ങനെയൊക്കെ പറഞ്ഞു. പാലക്കാട്ട് സ്ഥാനാർത്ഥിയാണെന്നോ? ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഞാൻ രാവിലെ ബോംബെ നിൽക്കുക, ബോംബെ നിന്ന് കയറുമ്പം ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ഫോണോട് ഫോൺ. അപ്പോഴത്തേക്ക് ചാനലിൽ വന്നില്ലേ? വന്നു. ഞാൻ പറഞ്ഞില്ല, നിൽക്കുന്നില്ല, അത് അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ഇതുപോലെ വന്നതാ, ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല. പിന്നെ എന്റെ ജന്മനാട് പാലക്കാടാണ്. ഞാൻ പാലക്കാട് കുഴൽമന്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അതെ, എന്റെ അമ്മയുടെ വീട് അവിടെയാണ്. ഇടയ്ക്ക് പോലൊക്കെ ഉണ്ട്. അപ്പൊ അതും കൂടെ കൊണ്ടൊക്കെ ആൾക്കാരെ ഉദ്ദേശിച്ചെടുത്തതായിരിക്കും. എനിക്കൊന്ന് ഇത് രമേശ് പുറത്തുവിട്ട വാർത്തയല്ലല്ലോ, ഒരിക്കലും ഒരു പബ്ലിക് പ്രഷർ വരട്ടെ. എനിക്ക് അങ്ങനെ ജയിപ്പിച്ചേ പറ്റൂ. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് അങ്ങനെ. ഈ ഇടയ്ക്ക് ഒരു തമാശ ഉണ്ടായി. അത് നമ്മൾ പുറത്ത് പറയണ്ടെന്ന് വിചാരിച്ചാൽ ഈ കാര്യത്തിൽ പറയൂ. നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സ്ഥാനത്ത് വിമർശിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങനെ സംസ്ഥാനത്ത് ഒരു മന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. നിങ്ങളെപ്പോലുള്ളവരിട്ട് ഇങ്ങനെ ഞങ്ങളെ നാറ്റിച്ചാലേ ഞങ്ങൾക്കൊന്നും ഒരു കഴിവില്ലെന്ന് തോന്നും, അതുകൊണ്ട് നിങ്ങൾ ഇത് കുറയ്ക്കണമെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് ചോദിച്ചു, സീരിയസ് ആയിട്ട് പറയണോ? പേര് പറയാൻ പറ്റത്തില്ല, എന്നാലും അത് ഊഹിച്ചെടുത്ത് കാണുമല്ലോ, മനസ്സിലായല്ലോ, പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു 7 തവണ വിമർശിക്കണമെന്നും 1 തവണ വിമർശിച്ചാൽ മതി. പുള്ളി പക്ഷേ എഗ്രി ചെയ്തു. അത് പുള്ളിക്കാർ ഭയങ്കര സ്ട്രോങ്, ഒരു രക്ഷയിൽ. ഈ അടുത്തിടയ്ക്കായിട്ട് പുള്ളി കുറച്ച് കത്തി കയറുന്ന ഒരു രീതിയാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്കിത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കാമല്ലോ. രമേഷ് പിഷാരടി മത്സരത്തിനില്ല ഇപ്പോഴില്ല. ഇല്ല, ഉറപ്പാണല്ലോ. നാളെ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചിട്ട് പിറ്റേന്ന് മാറ്റേണ്ടി വരുന്നത് കുഴൽമന്ദത്തെ ജനങ്ങളെല്ലാം കൂടെ സമ്മർദ്ദം ചെലുത്തിയപ്പോ ഞാൻ വഴിക്കങ്ങ് പോയിന്ന് പറയുന്നത്. വേറെ ആൾക്കാർ പറയുന്നതിന് ഇപ്പൊ നമ്മൾ ഉത്തരം പറയേണ്ട അവസ്ഥയാ. ഈ ട്രോളന്മാരെന്തായാലും ഇത് തീർച്ചയായിട്ടും എടുത്ത് അലക്കും അല്ലേ? ട്രോളന്മാരുടെ ശല്യം എങ്ങനെയുണ്ട് ഇപ്പൊ? ശല്യമില്ല, ഭയങ്കര രസമല്ലേ? അയ്യോ, ഇത്ര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പരിപാടി. നമ്മളൊരു 10 മിനിറ്റിന്റെ സ്കിറ്റ് ഒക്കെ കളിച്ച് അതിന്റെ ക്ലൈമാക്സിൽ കിട്ടുന്ന ചിരിയേക്കാളും ഒരു സ്റ്റിൽ ഫോട്ടോയില്, ഒരു വരിയില്, ഒരു കമന്റിലൊക്കെ ഗംഭീരമായിട്ട് ചിരിപ്പിക്കുന്നു. ഈ അടുത്തിടെ ട്രോളറിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? രമേശും കിട്ടുമല്ലോ അത്യാവശ്യം? പിന്നെ എനിക്കും കിട്ടാറുണ്ട്. അടുത്തിടെ കിട്ടിയത് എന്താ, ഇപ്പൊ അമ്മയില് മറ്റേ ഇലക്ഷന് ഞാൻ മാറി കൊടുത്ത സംഭവം ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ രമേശ് സ്വമേധയെ മാറിയതായിരുന്നു അല്ലേ? അങ്ങനെയാണ് നിയമം. വലിയ മഹാമനസ്കനാണെന്ന് നിയമമാണ്, എനിക്കറിയായിരുന്നു. വോട്ട് ചെയ്ത പലർക്കും അറിയില്ലായിരുന്നു. നമ്മൾ മാറിയിട്ട് അവിടെ 4 ഏറ്റവും വോട്ട് അല്ലേ? അല്ല, ഇപ്പൊ നിൽക്കുന്നവരെക്കാളും ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ടൊന്നുമില്ല. അപ്പോ മാറി കൊടുക്കണം ആരെങ്കിലും. ആണുങ്ങൾ മാറി അവിടെ സ്ത്രീകൾ വരണം. അതിപ്പോ അടുത്ത ബൈലോ അമെന്റ് ചെയ്യാന്നുള്ളത് അവർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ വോട്ട് ചെയ്തവർക്ക് പലർക്കും ഇത് അറിയില്ലായിരുന്നു. അപ്പൊ ഇലക്ഷൻ കഴിയുന്ന ദിവസം ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇത്ര പേര് വന്നു, ഇത്രക്ക് ഇത്ര വോട്ട് കിട്ടി, പകരം ഇന്നയാളെ എടുത്തു എന്നൊന്നും പറയാതെ വന്നപ്പം ഓൾമോസ്റ്റ് ജയിച്ച ആൾക്കാർ, ബാക്കിയെല്ലാം തോറ്റ ആൾക്കാർ. അങ്ങനെയാണല്ലോ ആൾക്കാർ വിചാരിക്കുള്ളൂ. അപ്പൊ ഞാനിതല്ല എന്ന് പറഞ്ഞതിന്റെ താഴെ ഒരുത്തൻ എന്റെ ഫോട്ടോ വെച്ചിട്ട് വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണ്, അതായത് തോറ്റതല്ല. അങ്ങനെ ഒരു സാധനം ഇപ്പൊ കിട്ടിയതിൽ വിജ്ഞാനമാണ്, വളരെ ഇന്നോവേറ്റീവ് ആണ്. ട്രോളന്മാർ ഒരു രക്ഷയില്ല, അതിഗംഭീരമാണ് അവരുടെ പരിപാടി. രമേശ് ഏതെങ്കിലും ട്രോളറിനോട് ഉടക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ വിളിക്കുവോ? ഇങ്ങനെ കൊടുത്തിട്ട് അവർ വിളിക്കുവോ? അല്ല, അതൊരു പുതിയ മീഡിയത്തിൽ അവരിങ്ങനെ വന്നതല്ലേ. അപ്പം നമ്മളൊക്കെ ഒരു കാലത്ത് ഇതിന്റെ ഒരു വേറെ റൂട്ടിൽ കാസറ്റായിട്ടും ടെലിവിഷനായിട്ടും ചെയ്തിട്ടുള്ളതല്ലേ. അത് ചെയ്യട്ടെ, വരികയാണ്. അതുകൊണ്ട് അത് ചെയ്യട്ടെ, അതൊക്കെ രസമാണ്. രമേശിന്റെ ജീവിതത്തിലെ ഈ വിദ്യാഭ്യാസ കാലം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മിടുക്കനായിരുന്നോ പഠിക്കാൻ? ഒരു പ്രൈമറി വിഭാഗം അപ്പുറം വരെയൊക്കെ അത്യാവശ്യം മിടുക്കനായിരുന്നു. പിന്നെ എനിക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്നു അന്നത്തെ പോക്കിൽ. ഇല്ല, ഞാൻ ഒഴിച്ച് ബാക്കി 4 പേരും വലിയ പഠിത്തക്കാരായിരുന്നു. വലിയ പഠിപ്പിച്ചുകളാണ്. PSC എഴുതി ജോലി മേടിച്ചവനൊക്കെ. അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അച്ഛനൊക്കെ പക്ഷെ അന്നൊക്കെ ഒളിച്ചോടുന്നവർക്ക് പട്ടാളത്തിൽ കിട്ടുക എന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ടല്ലോ. അച്ഛനൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ പട്ടാളത്തിൽ ചേർക്കാനുള്ള ഐഡിയ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. പട്ടാളത്തിൽ മനസ്സിലായി. പിന്നെ എനിക്കൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ എനിക്കൊരു ബോധ്യം തന്നെ, ഈ മാർക്കൊന്നും കാര്യമായിട്ട് എവിടെയും കണക്ക് കൂട്ടുന്നില്ലെന്നും, ഇപ്പൊ 7ാം ക്ലാസ്സിൽ ഓണപരീക്ഷയ്ക്ക് 50 മേടിച്ചുകൊണ്ട് വലിയ ബോധ്യമില്ലെന്നും എനിക്ക് അന്നേ അറിയാമായിരുന്നു. ഇന്നാണ് ആൾക്ക് മനസ്സിലാവുന്നത്. ഞാനൊരു 18 മാർക്കിനുള്ളത് എഴുതി പരീക്ഷകളൊന്നും അത്ര നീറ്റല്ല, നമുക്ക് മനസ്സിലായി. എഴുത്ത് നിർത്തും. പിന്നെ 2 മണിക്കൂറൊന്നും ഇരിക്കില്ല. പരീക്ഷയിൽ എനിക്ക് ജയിക്കാനുള്ളതായിന്നാക്കിയാൽ ഞാനിങ്ങ് പോരും. അങ്ങനെയൊക്കെ ചെയ്തു പോന്നിട്ടുണ്ട്. ഈ രമേശ് കോളേജിലോട്ട് കടന്നു കഴിഞ്ഞപ്പോഴേ ക്ലാസ്സിലൊന്നും അങ്ങനെ പോകാൻ സമയമില്ലാതെ ഒരുപാട്
വേദികളിൽ കത്തിക്കയറുകയായിരുന്നു കേട്ടിട്ടുണ്ട്. സെക്കൻഡ് ഇയർ ആയപ്പോ തന്നെ ഞാൻ ഏതാണ്ട് സലീമേട്ടന്റെ ട്രൂപ്പിലായിട്ടുണ്ട്. പിന്നെ സലീമിനെ കുറിച്ച് കൈരളി ചാനൽ പറയുന്നതൊക്കെ ഞാൻ ഒരിക്കൽ കേട്ടു. ഉണ്ട്. അവ പരിപാടികൾ ഉണ്ടായിരുന്നു അത്യാവശ്യം. അതുകൊണ്ട് പോക്ക് ക്ലാസ്സിൽ റെഗുലർ അറ്റൻഡൻസ്. സലീംകുമാർ ചോദിച്ചത് രമേശിനോട് എനിക്ക് ഓർമ്മയുണ്ട്. പറ്റിച്ച് കയറിയതാണ് പുള്ളിയുടെ ട്രൂപ്പില്. അതായത് ബോബൻ ആലമ്മൂടന്റെ ശബ്ദം അതൊന്ന് പറയൂ. അത് ആളുകൾ മറന്നതാണ്. ബോബൻ ആലമ്മൂടന്റെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം രമേശ് നിറം ഇറങ്ങിയിട്ട് വലിയ ഹിറ്റ്. സലീമേട്ടന്റെ ട്രൂപ്പിന്റെ ഇന്റർവ്യൂ നടക്കുന്നു. ചെന്നപ്പോ ഞാൻ നോക്കുമ്പോ ഒരു 2 നില ബിൽഡിംഗ് മുഴുവൻ മിമിക്രിക്കാര് വിധത്തിലും തരത്തിലുള്ള ശബ്ദങ്ങൾ അനുകരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യാൻ നോക്കിയാലും അവിടെ ഒരു ജനാർദ്ദന്റെ ശബ്ദം, ഇവിടെ കൃഷ്ണൻകുട്ടി നായരുടെ ശബ്ദം, MS തൃപ്പൂണിത്തുറ പുറകില് എല്ലാം ഉണ്ട്. അപ്പൊ സലീമേട്ടന്റെ മുറിയിൽ ഇന്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പോ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ഞാൻ ബോബനാലമ്മൂടിന്റെ ശബ്ദം അനുകരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ നിറത്തിൽ പുള്ളി വെച്ച പോലത്തെ ഒരു കണ്ണട ഏതോ ഉത്സവത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും വെച്ചിട്ട് വെറുതെ എന്തൊക്കെയോ പുള്ളി നിറം കണ്ടിട്ടുമില്ല. അറിയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പുള്ളി പുതിയൊരു ഐറ്റം ഒരുത്തം ചെയ്തു. പിന്നെ കുറച്ച് പ്രാസമൊക്കെ വെച്ചിട്ട് കാണാതെ പഠിച്ചിട്ട് പറയുന്ന ചില ഇനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവതരിപ്പിച്ചു. അങ്ങനെയാണ് ആ ട്രൂപ്പിൽ കയറിയത്. പിന്നീടാണ് പുള്ളിക്ക് മനസ്സിലായത് ബോബനാലമ്മൂട് തന്നെ വേറെ ആള് ഡബ് ചെയ്തതാണെന്നും പുള്ളിയുടെ സ്വന്തം ശബ്ദം ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല. പറ്റിച്ചു കയറി എന്നുള്ളത് എപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്? അത് പിറ്റേന്ന് തന്നെ മനസ്സിലായി. പക്ഷേ പാവമല്ലേ, ട്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി നടത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാനേജറുടെ പൊസിഷനിലോട്ട് മാറിയോ? ഇത് എന്തുവാ മാനേജറുടെ? അത് സത്യത്തിൽ ആർട്ടിസ്റ്റ് ആയിട്ടല്ലെന്നേ. ഞാൻ നോക്കി നടത്തുന്നത് കൊണ്ടും എല്ലാരെയും മാനേജ് ചെയ്ത് ട്രൂപ്പിന്റെ വണ്ടി സമയത്ത് അവിടെ എത്തിച്ചു കൊണ്ടുവന്ന് വിളിച്ച് അങ്ങനെയൊക്കെ ചെയ്യില്ലേ. എനിക്കും അത്രയൊക്കെ ഉണ്ടായിരുന്നു. വലിയ ആർട്ടിസ്റ്റ് അല്ല. പിന്നെ പെൺവേഷമായിരുന്നു കൂടുതൽ. സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് ആങ്കറിംഗ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ശ്രമിച്ചിട്ടുള്ള വരവിലാണ് വന്ന് കയറിപ്പെട്ടത്. ആ കാലം ഭേദമായിരുന്നു അല്ലേ? ആ കാലം ഏതുമായിരുന്നു. കോളേജിൽ ഈ പറഞ്ഞ പോലെ അറ്റൻഡൻസ് നല്ല കുറവായിരുന്നു. ആ സമയത്ത് ഈ കടകളിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് ആ കടക്കാരന് സിനിമ ഫ്രീ ആയിട്ട് കാണാനുള്ള ഒരു ടിക്കറ്റ് കൊടുക്കും. പെട്ടിക്കടയുടെ ഒക്കെ ഫ്രണ്ടിൽ 3 പോസ്റ്റർ വെക്കണം. രാത്രി എടുത്ത് അകത്ത് വെക്കണം, പകല് പുറത്ത് വെക്കണം. അപ്പൊ അടുത്തുള്ള ഒരു കടക്കാരന് 2 പെൺമക്കളാ. അയാളുടെ കടയിൽ ഈ പോസ്റ്റർ വെക്കുന്നുണ്ട്. അപ്പൊ അയാൾ ആ ഫ്രീ സിനിമ കാണാനുള്ള കൂപ്പൺ എനിക്ക് തന്നു. അയാളുടെ മകൾക്കും വേണ്ട, അയാൾക്കും വേണ്ട. അപ്പൊ ശനി ഞായർ അവധി ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി ഏത് ദിവസവും തിയേറ്ററിൽ പോയാൽ നമുക്ക് ഫ്രീ ആയിട്ട് സിനിമ കാണാം പോസ്റ്റർ വെക്കുന്ന കാരണം. അങ്ങനെ ഡിഗ്രി പ്രീ ഡിഗ്രിയും കൂടെ 5 വർഷം ആ കാലത്തിറങ്ങിയ എല്ലാ സിനിമകളും കടക്കാത്തെടുത്ത് നമ്മൾ വെക്കേണ്ടി വരും. അത് കടക്കാരൻ ചെയ്തോളൂ. നമുക്കില്ല ഫ്രീ ആയിട്ട് സിനിമ കാണാൻ പറ്റിയിട്ടുണ്ട്. രമേശിനെ പോലെ ഇരിക്കുന്ന ഒരാളുടെ ഒരു പടം LED ഒന്ന് കാണിച്ചിടാന്ന് വിചാരിച്ചു. മിമിക്രിയിൽ 2ാം സ്ഥാനം നേടിയ രമേശ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ അല്ലേ? അന്ന് എന്തുവാ സംഭവം അവതരിപ്പിച്ച രമേശ് ഓർമ്മിക്കുന്നു? അന്ന് ഞാൻ ക്ലിന്റൺ മോണിക്ക ലെവൻസ്കി അതായിരുന്നു അടിച്ചത്. അത് വെച്ചിട്ടുള്ള ചെറിയ പ്രശ്നം. അതിൽ ഇവിടുത്തെ നടന്മാര് വാദിക്കുന്നതും വേറെ ചില കോഴി താറാവ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു. ഇത് സമ്മാനം കിട്ടി സ്റ്റേജിന്റെ ബാക്കി വെക്കുമ്പോ ഒരു സ്ത്രീ വന്നു. എടോ, ഇയാള് DB കോളേജ് പഠിക്കുന്ന ആളാണോ? പ്രൈസ് അനൗൺസ് ചെയ്തു. ഞാൻ പറഞ്ഞു അതെ. താൻ എന്താ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇന്നത്. സെക്കൻഡ് ലാംഗ്വേജ് എന്താ? ഞാൻ പറഞ്ഞു ഹിന്ദി. ഇവിടെ എനിക്ക് 4 ക്ലാസ് ഉണ്ട്, തന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് അവിടെ പഠിപ്പിച്ച ടീച്ചറായിരുന്നു. ടീച്ചർ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ? കോളേജിൽ ഏത് DB കോളേജിലായിരുന്നു? തലയോലപ്പുറം. ഓ, അവിടെയാ പഠിച്ചതല്ലേ? ഓക്കെ, അത് നന്നായി. ആ കോളേജ് ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട്. അതെന്തായാലും ഈ ഫോട്ടോ കലക്കി. പത്രത്തിലൊക്കെ പടം വരിക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പച്ചപ്പ് ഇത് എങ്ങനെ സഹിച്ചു? കാര്യം അന്ന് പത്രത്തിലൊരു പടം വന്നു എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റൂ? ഇല്ല, ഇതിന്റെ പേരിൽ, ഈ പടത്തിന്റെ പേരിൽ എനിക്ക് അന്ന് ആ നാട്ടിൻ പ്രദേശത്ത് ഒരു 10 കിലോമീറ്റർ ചുറ്റുള്ള ചെറിയ പരിപാടികളൊക്കെ കിട്ടി തുടങ്ങി. ഈ രമേശ് ക്ലിന്റനും മോണിക്ക ലെവൻസ്കി ആണല്ലോ അവിടെ കളിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ ട്രംപിനെ വെറുതെ വിട്ടില്ല. ട്രംപും കിട്ടില്ലേ? ഇപ്പൊ ഡൊണാൾഡ് ട്രംപിന് ഒരു ചെറിയ പ്രശ്നം പരിഗണക്കുക. അതെ, രമേശ് അറിഞ്ഞിട്ടുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഈ ട്രംപ് കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായി. ഈ ട്രംപിന്റെ ഐറ്റം ചെയ്തല്ലോ, അത് അത്യാവശ്യം നാട്ടുകാരൊക്കെ കണ്ടു കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഒരു സ്കൂളിൽ ഫംഗ്ഷന് പോയിട്ട് ഞാൻ ഇരിക്കുമ്പോ എന്റെ കൂടെ വേറൊരാൾ ഇരിപ്പുണ്ട്. അയാൾ ഏതോ ചുമല ബോർഡൊക്കെ വെച്ച കാറിൽ വന്ന ആളാണ്, അരമലയാളിയാണ്. അപ്പൊ എന്നെ സ്വീകരിക്കുമ്പോ കൈയടിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്ക് ഞാൻ ആരാന്ന് മനസ്സിലായിട്ടില്ല, എനിക്ക് പുള്ളി ആരാന്ന് മനസ്സിലായിട്ടില്ല. ഏതോ വലിയ ആളാണെന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് അടുക്കാൻ എനിക്കും പേടിയുണ്ട്. ഞാൻ ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. ആ പുള്ളി ഇടയ്ക്ക് ഐ ഹാവ് സീൻ യു സംവെയർ എന്നൊക്കെ പറഞ്ഞു. ഐ എം എ ടെലിവിഷൻ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്, സിനിമ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. പുള്ളി എനിക്ക് ഇച്ചിരി പുച്ഛം തരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പുച്ഛം പോലെ തോന്നുന്നു എനിക്ക്. അത് ഇനി സ്വാഗത പ്രസംഗിക്കുമ്പോ പറഞ്ഞു, അയാളെ പറ്റി പറഞ്ഞു, അയാൾ ഇന്ന കോടതിയിൽ ഇന്നൊക്കെ ചെയ്യുന്ന വലിയ ആളാണ്, അയാൾക്ക് സ്വാഗതം. ഇനി അടുത്തിരിക്കുന്ന ആള്, അയാളെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ അടുത്ത് കൂടെ നമ്മളെല്ലാരും കണ്ടതാണ്, അദ്ദേഹവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായുള്ള സംവാദം എന്ന് പറഞ്ഞു വിടണം. ഇയാളൊരു ഒറ്റ നോട്ടം. കാരണം ഇത് കോമഡിയാന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായില്ല. ഞാൻ ഏതോ സംവാദം നടത്തുന്ന അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് സംവാദം നടത്തിയ പിന്നെ ഞാൻ നോക്കുമ്പോ പുള്ളിക്ക് കരിക്ക് കൊടുക്കാൻ തരുമ്പോ പുള്ളി അത് ബഹുമാനം. കഥയുണ്ടാക്കുന്നതിൽ ഒരു അഗ്രജനാണ് രമേശ് പിഷാരടി എന്ന് എനിക്കറിയാം. അതിനിടയ്ക്ക് എന്നെ കുറിച്ചൊരു കഥ ഉണ്ടാക്കിയെന്ന് ഞാൻ കേട്ടു. ഏതാ? ഇന്ന് കുറെ കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഈ നമ്മൾ തമ്മിലുമായിട്ട് സംഭവമായിരുന്നു. എനിക്ക് സാറിന് അത് കൃത്യമായിട്ട് ഓർക്കാൻ സംശയമില്ല. പിന്നെ അതിന്റെ ഇടയിൽ ഒരു പരസ്യം കയറ്റിയിട്ട് കഥ ഉണ്ടാക്കുന്നതല്ല,
ഉണ്ടാക്കിയൊക്കെ ഒരാൾക്ക് ഇത്രയും കഥ ഓർത്ത് പറയാൻ പറ്റുമോ? ഇതൊക്കെ നടന്നതാണ്. എനിക്ക് ഡയറി എഴുത്തുണ്ട് 95 തൊട്ട്. അപ്പൊ രമേശ് ഈയിടയ്ക്ക് പറഞ്ഞു ഡയറി എഴുതുന്നുണ്ട്. ശരി, എന്തിനത്? എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടി. പുരാവസ്തു ശേഖരത്തിൽ പിൽക്കാലത്ത് കൊടുക്കാൻ. ഞാൻ സ്കൂളിൽ പഠിക്കുക, 95 എനിക്ക് ഡയറി ഇല്ല, ഞാൻ നോട്ട്ബുക്കിൽ എഴുതുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഡയറികൾ വരെയുള്ള എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കഥകൾ ഓർമ്മ വരും. പിന്നെ ആളുകൾ എന്താ അറിയോ, ഈ കഥയുടെ ലോജിക്കൊക്കെ ആലോചിക്കും. കഥയ്ക്കൊക്കെ എന്ത് ലോജിക്ക്? ഒരു പാട്ട് കേൾക്കുന്ന പോലെയല്ലേ ഉള്ളൂ. എന്നും നിന്നെ പൂജിക്കാൻ പൊന്നും പൂവും ചൂടിക്കാന്ന് പറഞ്ഞാൽ പിന്നെ അവൻ എന്നും ഭാര്യനെ പൂജിക്കുവോ പൊന്നു? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കഥ കേട്ട് തള്ളിക്കോണം. പാട്ട് കേട്ട് കളയുന്ന പോലെ തന്നെ നിങ്ങൾ കഥ കേട്ടോ. പലത് അനുഭവങ്ങളൊക്കെയാണ്. അതെ, ശ്രീകണ്ഠൻ സാറിനെ സംബന്ധിച്ചാൽ നമ്മൾ ഏഷ്യാനെറ്റിലുള്ളപ്പോ ഒരു ദിവസം ഇങ്ങനെ നമ്മൾ തമ്മിൽ വലിയ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ വരും, ലൈറ്റർ വിഷയങ്ങളൊക്കെ വരും. ഒരു തവണ സാർ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഞങ്ങളെയൊക്കെ കൂടെ കണ്ടപ്പം ഈ പ്രശ്നമുണ്ട്, ഒരു കാര്യം ചെയ്യും, ഒരു എപ്പിസോഡും കൂടെ നമുക്ക് എടുക്കാം. അവതാരകരെ ഇതിലെ എല്ലാ ചാനലിലുള്ള അവതാരകരെയും വിളിച്ചിരുത്തിയിട്ട് ഒരെണ്ണം ചെയ്തു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിങ്ങനെ സാറിനോട് സംസാരിച്ചു, ചില ലൈറ്റർ വിഷയങ്ങൾ പോട്ടെ, എന്നും വിഷയങ്ങൾ കിട്ടുന്നില്ല, എന്നും അതിനുള്ള വിഷയങ്ങൾ കിട്ടുന്നില്ല രമേശ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ട്രെയിൻ രാത്രി 11:30 കണ്ട ഒരു അമൃതയ്ക്ക് വരേണ്ടത് 7:30 ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അമ്പാനൂരെത്തിയ ഞാൻ ഇരിക്കാൻ സ്ഥലമില്ലാതെ ഒരു പ്രോഗ്രാം ഏജന്റിന്റെ ഓഫീസിൽ പോയിരുന്നു. ഒരു വിജയകുമാർ എന്നും പറഞ്ഞൊരു ഏജന്റിന്റെ ഓഫീസിൽ പോയിരുന്നു. അവിടെ മറ്റൊരാളെ കണ്ടു. ആളെ ഞാൻ പറയുന്നില്ല. ആളെ സാറിനെ ആകാശവാണിയിലും കണ്ട് പരിചയമുള്ള ഒരാളാണ്, നാടക പ്രവർത്തകനാണ്. ഈ നാടക എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ നാടക പ്രവർത്തകനും പുള്ളിയും കൂടി ഇങ്ങനെ മിണ്ടിയിരിക്കുമ്പോ പ്രോഗ്രാം ഏജൻസികളുടെ ഒരു പ്രശ്നം. ഒരു മിത്രമല്ലേ ആള്? അത്രയും അങ്ങനെ ഇങ്ങനെ പ്രോഗ്രാം ഏജൻസികളുടെ പ്രശ്നത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഇതൊന്നും ആരും അറിയുന്നില്ലെന്നൊക്കെ പറയുമ്പോ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ശ്രീകണ്ഠൻ സാറിനെ വിളിക്കേ, അവിടെ വിഷയങ്ങൾ എന്താ കിട്ടണമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. വിഷയങ്ങൾക്ക് ദാരിദ്ര്യമുണ്ട്, നമ്മൾ തമ്മിൽ ചെയ്യാൻ. അപ്പം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാം ഏജൻസികളുടെയും ഉത്സവ കമ്മിറ്റിക്കാരുടെയൊക്കെ വെച്ചിട്ട് നമ്മൾ തമ്മിൽ ചെയ്താൽ ആ വിഷയം സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ എന്റെ ഇന്ന് പുള്ളി നമ്പർ മേടിച്ച്, അവിടെ ഇരുന്ന ആള് നമ്പർ മേടിച്ചിട്ട് സാറിനെ വിളിച്ചു. ചെറിയ സ്പീക്കർ ഇട്ട് വിളിക്കുക, എനിക്ക് കേൾക്കാം. അപ്പം സാർ എന്തോ തിരക്കിയൊക്കെ വീട് വെച്ചിട്ട്, ഹലോ മനസ്സിലായോ? മനസ്സിലായില്ല, ആരാ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ നല്ല തിരക്കിൽ നിൽക്കൂ. ആരാ? ആലോചിച്ചാൽ കിട്ടും, ഒന്നുകൂടെ ആലോചിക്കോ, പെട്ടെന്ന് പറ, ഞാൻ വലിയ തിരക്കിൽ നിൽക്കുക. എന്റെ കൂടെ രമേശ് പിഷാരടി ഉണ്ട്. പിഷാരടി എവിടെ ഉണ്ടോ? നിങ്ങളാരാ? പിഷാരടി എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് നല്ല വിഷയദാരിദ്ര്യം ഉണ്ടെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഈ പുള്ളിയുടെ ഇന്ന് ഫോൺ മേടിച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ സാറും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ വിളിക്കുന്നുമില്ല. പിറ്റേ ദിവസം ചാനലിൽ വെച്ച് സാർ എന്നെ കണ്ടപ്പോ, രമേശേ അവിടെ ഇവിടെയൊക്കെ നടന്ന് എനിക്ക് വിഷയദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉപകാരം ചെയ്യാൻ പോയതാ, വലിയ ഉപദ്രവമായി. ഓർക്കാൻ വഴിയില്ല ഇത് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് മാത്രമല്ല, ഏഷ്യാനെറ്റിൽ അന്ന് ലബ്ധപ്രതിഷ്ഠരായ കുറെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ KP മോഹൻ സാറിനെ കുറിച്ചും ചില അല്ല മോഹൻ സാറിനെ പറഞ്ഞാൽ അന്ന് AK ആന്റണി സാർ ഇതിൽ വന്നു. മോഹൻ സാർ അദ്ദേഹത്തിന് ദീർഘമായ അഭിമുഖമാണ് ഓൺ റെക്കോർഡ്. ഒരുപാട് ആൾക്കാർ അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഓർമ്മയിൽ ഒരിക്കൽ AK ആന്റണി സാർ വന്നിരിക്കുന്ന സമയത്ത് മോഹൻ സാറ് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഇവിടുന്ന് അദ്ദേഹം കേന്ദ്രത്തിലോട്ട് പോയ സമയമൊക്കെയാണ്. ശ്രീ AK ആന്റണി, ഒരു പക്ഷേ കേരളത്തിലെ സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ഇടയിൽ നിന്നും പെട്ടെന്ന് ഡൽഹിയിലേക്കുള്ള ഒരു തിരോധാനം, അവിടെ ഇരുന്നു കൊണ്ട് വർത്തമാനകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ഒരു വിചക്ഷകനെ പോലെ വീക്ഷിക്കുമ്പോൾ ഒരു ആപേക്ഷിക വ്യക്തി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഇതിൻ്റെ രണ്ടും വ്യതിയാനങ്ങളുടെ ഉൾചലനങ്ങളെ മനസ്സിലാക്കുവാൻ ഡൽഹിയിലെ തിരക്കുകളിലെ അന്തരാത്മാവിൽ നിന്നും വരുന്ന പ്രശ്നങ്ങളാണോ കേരളത്തിൻ്റെ നൈതികമായ പ്രശ്നങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഉടനെ AK ആന്റണി സാറ് മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല. സാറിന്റെ വേറെ ഉണ്ട്. നമ്മളിവിടെ പബ്ലിക് ലൈബ്രറി ബിൽഡിങ്ങിൽ വന്നപ്പോ ഒരിക്കൽ അദ്ദേഹം അപ്പൊ രാജീവ് കളമശ്ശേരി ഈ സിനിമാല എന്ന് പറഞ്ഞ പരിപാടിയിൽ രാഷ്ട്രീയ അപരന്മാരെ മുട്ടിട്ട് ഒരു രക്ഷയില്ലല്ലോ. അപ്പൊ രാജീവ് കളമശ്ശേരി AK ആന്റണി സാർ ആവുന്നതിന് നല്ല ഛായയാണ്, അതേപോലെ ഇരിക്കും കണ്ടാല്. ലിഫ്റ്റിൽ വെച്ച് ഞാനും ധർമ്മനും കൂടെ ലിഫ്റ്റ് കയറി, ഒറിജിനൽ AK ആന്റണി സാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ധർമ്മൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് രാജീവ് കളമശ്ശേരിയാന്നോർത്ത് വയറ്റിട്ട് തട്ടിയിട്ട് ഇന്ന് ഷൂട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. ഭാഗ്യത്തിന് വെറുതെ വിട്ടതാ, രക്ഷപ്പെട്ടു. അല്ല, ഞാനൊരിക്കൽ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്, അപ്പൊ അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. അപ്പോ എന്റെ മകൻ ശ്രീരാജിന് ഒരു 5-6 വയസ്സ് കാണും. അദ്ദേഹം ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ഒരു കല്യാണം കൂട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. നമ്മൾ കല്യാണം കൂടാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലും. അങ്ങനെ എന്നെ കണ്ട് ചിരിച്ചു. അപ്പം മകനെ കണ്ടപ്പോൾ ഒരു സന്തോഷപ്രകടനമായിട്ട് കവളത്തൊരു നുള്ളൊക്കെ നുള്ളിയിട്ട് ചോദിച്ചു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്കിളിനെ മനസ്സിലായി എന്ന് പറഞ്ഞു. എങ്കിൽ ആരാ എന്ന് ചോദിച്ചു.
അവൻ മറുപടി പറയാതിരിക്കാൻ വേണ്ടി ഞാൻ വാ കയറി പൊത്തി. കാര്യം എന്താ, സിനിമയിലെ രാജീവനെ അവന് പരിചയം, അവനെ മുഖ്യമന്ത്രി പരിചയമില്ല. അവൻ മിക്കവാറും സിനിമയിലെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ വാ കയറി പൊത്തി. AK ആന്റണി നമ്മുടെ റോഡിലായിരുന്നു താമസം, നമ്മൾ ഒരേ റോഡിലായിരുന്നു രമേശ് താമസം. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണും. വെറുതെ അല്ല പുള്ളി ഡൽഹിക്ക് പോയത്. ഞാൻ അദ്ദേഹം പെട്ടെന്ന് എന്തിനു ഡൽഹിക്ക് പോയി എന്ന് ആലോചിച്ച് കൺഫ്യൂഷനിലിരിക്കും. എങ്ങനെ അവിടെ നിൽക്കും? ഇപ്പോഴാണ് അതിന് ഉത്തരം കിട്ടിയത്. പിടിച്ച് നിൽക്കും എന്ന് മാത്രമല്ല, അങ്ങനെ ഈശ്വരലാസ് റോഡ് എന്ന റോഡിലാണ്, കോട്ടറിൽ ഇറക്കത്ത് ഉള്ള ഒരു വീട് റോഡാണത്. ആ റോഡിലെ ഒരു ചെറിയ വീട്ടിൽ അദ്ദേഹം താമസിക്കും. വളരെ ചെറിയൊരു വീടാണ്, വൈഫിന്റെ ബാങ്ക് ലോൺ ഉണ്ടാക്കിയ വീടാണ്. അങ്ങനെ അപ്പോൾ ഒരിക്കൽ ഒരു അമേരിക്കൻ സായിപ്പ് നമ്മളിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ കേരളത്തിന്റെ പ്രതിഭാസമൊക്കെ പുള്ളി ഇങ്ങനെ എന്നോട് ചോദിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ഡിഫൻസ് മിനിസ്റ്റർ താമസിക്കുന്ന വീടാണെന്ന് പറഞ്ഞു. അയാൾ നിന്ന് കണ്ട ആളങ്ങ് ഇരുന്നു പോയി. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ ഈ ചെറിയ വീട്ടിലാണോ താമസിക്കുന്നത്? അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലയോ? അതാണ്. പക്ഷെ മനസ്സിന് വലിപ്പം ഉണ്ടെങ്കിൽ അത് മതിയെന്ന് അദ്ദേഹം തെളിയിച്ചു. അതെ അതെ അതെ, ഉറപ്പായിട്ടും. പിന്നെ ഞാനിപ്പോ പറഞ്ഞ വിഷയം പോലും നമ്മൾ നർമ്മം പോലെ ഇപ്പൊ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത് അദ്ദേഹം ആയതുകൊണ്ടാ. അല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ പ്രശ്നം നമുക്ക് ഇങ്ങനെ തുറന്നു പറയാൻ പറ്റുന്നത് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് ഒരു നമസ്കാരം. അപ്പോ എനിക്ക് തോന്നുന്നത് കുറെ കാലം ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ രമേശ് അനുകരിച്ചിട്ടുണ്ട്. അതിലെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അനുകരിച്ചതൊന്നും ഉമ്മൻചാണ്ടിയായിരുന്നു, അല്ലേ? അതെ. കാരണം ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വർഷമായി അദ്ദേഹം അന്തരിച്ചിട്ട്. ഈയിടെ ഞാൻ മോർണിംഗ് ഷോയിൽ ഒരു കാര്യം പറഞ്ഞു രമേശ്. ഞാൻ പറഞ്ഞു, ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ അപകടകാരിയാണ് മരിച്ചുപോയ ഉമ്മൻചാണ്ടി. അത് രാഷ്ട്രീയ പ്രവർത്തകർ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഒരാൾ യൂട്യൂബിൽ ചോദിച്ചു, നിങ്ങൾ വൃത്തിയോട് പറയുന്നത് അദ്ദേഹം അപകടകാരിയായിരുന്നു. ഞാൻ ഈസ് എ പൊളിറ്റിക്കൽ ഡേഞ്ചർ. അത് മറന്നു പോരെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം അന്ന് ജീവിച്ചതിനേക്കാൾ എത്രയോ അദ്ദേഹത്തിന്റെ പ്രസക്തി ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അദ്ദേഹം ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, താരതമ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതെ അതെ, ആൾക്കാർ ഇങ്ങനെ നോക്കും, ഇങ്ങനെ എങ്ങനെ നടന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ അദ്ദേഹത്തെ അനുകരിച്ചിട്ടുണ്ട്. പുതുപ്പള്ളിയിലൊക്കെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴല്ലാത്തപ്പോഴൊക്കെ ഞാൻ എല്ലാവരും തോളെ കേട്ടുകൊണ്ട് നടക്കുന്ന അവസ്ഥയിലുള്ള ഒരാളായിരുന്നു അദ്ദേഹം. എല്ലാവരും അവിടെ പോയി എല്ലാവരും തോളെ കേടും, ഏത് പാതിരാത്രി ചെന്നാലും വീട്ടിൽ ആള് നിൽക്കുന്ന അവസ്ഥകളൊക്കെ ഉള്ള അത്രയ്ക്ക് ജനകീയത ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. രമേശ് അവതരിപ്പിച്ചതില്ലേ, അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യം ക്യാമറയൊക്കെ നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അങ്ങനെ കയറി ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. ചിരിക്കൊരു നിയന്ത്രണം വേണ്ടി വരും. പക്ഷേ എന്നാലും അങ്ങനെ ചിരി വീണ കാര്യം ഏതായിരുന്നു രമേശ് ചെയ്ത് പറഞ്ഞപ്പോഴായിരുന്നു അദ്ദേഹത്തിന്? ഞാന് ചെന്നിത്തല സാറിന്റെ ഈ യാത്രയിൽ പങ്കെടുത്തിട്ട് ഹരിപ്പാട് പോയപ്പം സ്റ്റേജിൽ വെച്ച് അനുകരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ മക്കളുടെ മുന്നിൽ അനുകരിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ അനുകരിച്ചിട്ടുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ കേൾക്കുകയും ചിരിക്കുകയും അതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ അനുകരിച്ചു കഴിഞ്ഞാൽ അങ്ങേരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? വളരെ നല്ലതാണ്. കാരണം ഞാൻ അങ്ങനെ വളരെ പരിഹസിച്ച് അനുകരിക്കൂല. ഞാൻ അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ഡയലോഗ് മാറ്റർ ഒക്കെ വെച്ചിട്ടൊക്കെ തന്നെയായിരുന്നു ചെയ്യുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല അനുകരിക്കില്ല. ഈ രമേശിന് ഇതിനകത്ത് ഒരു നിലപാട് വളരെ മൃഗീയമായിട്ട് മിമിക്രിയിലേക്ക് പോകില്ലെന്നുള്ളതാണോ? ഈ നമ്മൾ വിമർശിക്കപ്പെടുന്നു അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുന്ന ആളിനെ നമ്മൾ അടിച്ച് ഭിത്തിയിലൊട്ടിക്കില്ല, നീലമുക്കത്തിൽ ഇല്ല, ചെയ്യത്തില്ല. അവർക്കും കൂടെ അത് ആസ്വദിക്കാൻ പറ്റണം, എന്നാലേ നമ്മൾ നിലപാട്. അതെ, അത് പണ്ട് തൊട്ടേ അങ്ങനെ നോക്കി വന്നിട്ടുണ്ട്. ഈ ധർമ്മജൻ ബോൾഗാട്ടി ഇപ്പൊ കാണാറില്ല? ഈയിടെ കാണാറുണ്ട്, ഇന്നലെയും കൂടെ കണ്ടു. നിങ്ങൾ യോജിച്ചൊരു എന്തിനുണ്ട് കടകളൊക്കെ തുടങ്ങി, നാട്ടിൽ അടപ്പിച്ചോ? അത് കോവിഡിന് അടഞ്ഞുപോയി. യോജിച്ചല്ല, മീനിന്റെ പരിപാടി അവനാ തുടങ്ങിയത്. അത് തുടങ്ങി സപ്പോർട്ട് ചെയ്യാൻ പോയോ? ഞാനൊന്ന് എന്റെ ഒരു ഫ്രാഞ്ചൈസി ഞാൻ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടോ അത്? അല്ലെ, ഒന്നരാടം കട തുറക്കാന്നൊരു നിയമം വന്നു. ഒന്നരാടം കട തുറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകട എന്ന് പറഞ്ഞാല് വലിയ സ്വർണം വിൽക്കുന്ന പോലത്തെ ഏതൊക്കെ മീനായിരുന്നു അവിടെ? പലതരം മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് രമേശ് പിഷാരയുടെ ഒരു ശുഷ്കാന്തി അതിലുണ്ടായിരുന്നു. നല്ല മീനുകൾ ലഭ്യമാക്കുക, നല്ല മീനൊക്കെ തന്നെ. സ്റ്റേജിൽ മ്യൂക്കറി പറയുന്നത് ആ ലാഘവത്തോടെ അല്ല, ഇത് ചെറിയ വെട്ടാൻ നിൽക്കുന്ന ആള് രണ്ടുപേർക്ക് 1500 മീനിനെ വെട്ടി കൊടുക്കണമല്ലോ. അത് വരും ഒരു 10-90 രൂപ അവരുടെ ശമ്പളം, കടയുടെ വാടക, ഫുഡ് ക്വാളിറ്റി ഐസിലാണ് മീൻ ഇടുന്നത്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പൈസ ഇങ്ങനെ ഉരുക്കി വെള്ളമായിട്ട് പോകണമെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിലൊരു ക്വാളിറ്റി പ്രശ്നം വരാൻ പാടില്ല. നമ്മൾ ചെയ്താൽ അതിന് വാർത്താ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അതിന്റെ ക്വാളിറ്റി എപ്പോഴും മീൻകടയിൽ പ്രശ്നം എന്ന് പറയും. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒന്നരാടം കട തുറക്കാന്നുള്ള നിയമം വന്നപ്പോ ഇന്ന് മീൻ എടുത്തു, നാളെ കടയില്ല, ഇനി മറ്റന്നാളെ വിൽക്കാൻ പറ്റുള്ളൂ. മറ്റന്നാളാകുമ്പോഴത്തേക്ക് ഇത് ചീത്തയായി പോകും. ഒരു ദിവസം വെറുതെ ഇരിക്കണം. പിന്നെ ഹോം ഡെലിവറി പയ്യൻ പല സ്ഥലത്തും പിടിച്ചു നിർത്തിയിട്ട് ഇവനോട് ഈ സത്യവാങ്മൂലൊക്കെ കൊടുക്കാനൊക്കെ പറയുമ്പം ഉച്ചയ്ക്ക് മീൻ കൊണ്ട് 3 മണിയാവും. സത്യവാങ്മൂലം എന്താ, ഈ മീൻ ഒറിജിനൽ ആണെന്നും എല്ലാം ഉണ്ട്. 3 മണിയാവും മീൻ എത്തുമ്പം. അങ്ങനെ പിന്നെ റെന്റ് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് നോക്കേണ്ടി വന്നിട്ട് ഞാൻ എന്റെ ഫ്രാഞ്ചൈസി അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. ഇപ്പൊ കേക്കിനോടാണോ പ്രിയം? കേക്കിന് 2 അല്ല 3 കട തുടങ്ങി. ഒരെണ്ണം സാറിന്റെ കാൽച്ചുവട്ടിലാണ്. അതെവിടെ? അത് എയർപോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വരുമ്പോ ഒരു വലിയ ഫ്ലക്സ് ഉണ്ടല്ലോ സാറിന്റെ, അതിന്റെ കീഴിലാണ് നേരെ കീഴ്. എനിക്ക് മനസ്സിലായി, മനഃപൂർവ്വം കേക്ക് കൊണ്ടുവച്ചതാണ്. കഴിക്കും പറഞ്ഞ എയർപോർട്ടിന്റെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ രമേശ് പിഷാരടി നിർമ്മാണം ഉണ്ടോ അതിനകത്ത്? കേക്ക് നിർമ്മാണത്തിൽ ഉണ്ട്. കേക്കിൽ ഞാൻ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. എങ്ങനെ അതിനകത്തുള്ളൊരു കേക്കിന് ഒരു 1-2 പ്രത്യേകത. കേക്ക് വളരെ ഹാപ്പിനെസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം പ്രസന്റ് ആവുന്ന ഒരു സാധനമാണ്. എവിടെ കേക്ക് ഉണ്ടെങ്കിലും കേക്കിന് വലിയ പ്രാധാന്യമുണ്ട്. കേക്ക് ഒരു വട്ടം ഉണ്ടെന്ന് നടുക്ക് കേക്ക് ആയിരിക്കും.
കൊടുക്കുള്ളൂ. എന്നിട്ട് ചുറ്റും ആൾക്കാർ നിന്നിട്ടുള്ള പരിപാടികളെ കേക്കിനുള്ളൂ, സൈഡിലൊന്നും വരൂല. ഇല്ല, നല്ല ഇമ്പോർട്ടൻസോടുകൂടി കേക്ക് വരും. ബർത്ത്ഡേ, SSC വിജയം, എല്ലാവരുടെയും സക്സസ് ആഘോഷിക്കാൻ സന്തോഷത്തിൽ പ്രസന്റ് ആകുന്ന ഒരു സാധനമാണ് കേക്ക്. അതുകൊണ്ടാണ് ഞാനും ഒരു ഹാപ്പിനെസ് വിൽക്കാനും ഹാപ്പിനെസ് അതുകൊണ്ട് ഞാനത് തുടങ്ങിയതാണ്. ഈ എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ മിമിക്രിയൊക്കെ ഒരുപാട് കാലം കൊണ്ടു നടക്കാൻ പറ്റത്തില്ല, കട അടഞ്ഞു പോവും എന്നുള്ളൊരു ഒരു ആധി കയറിയിട്ട് തുടങ്ങിയതാണോ ഈ കടകളൊക്കെ? കേക്ക് കട ആദ്യമില്ല, സന്തോഷം സ്റ്റേജ് വിറ്റതുപോലെ സന്തോഷം കടയായിട്ട് വെക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഇല്ലാതായി കൂടായ്മയൊന്നുമില്ലല്ലോ. അപ്പോൾ പറ്റുമ്പോൾ അത് മാത്രമല്ല, മൊയ്തീൻ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് കോവിഡിന് ഒരു കട തുടങ്ങിയിട്ട് പുള്ളിയും കോവിഡ് വിക്ടിം ആയിപ്പോയി, വലിയ ഇതൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ കടയിൽ എനിക്ക് തോന്നുന്നത് പേളിമാണിയോ മറ്റോ ഒരു കേക്ക് എന്നിട്ട് ഒരു ഫോട്ടോ ഇട്ട ദിവസം പിറ്റേ ദിവസം 4 ഫോൺ പേളിമാണി നിന്ന് കേക്ക് കിട്ടുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് ഇതുവരെയുള്ള അധ്വാനം മാറ്റി വെച്ചോളൂ, അതിൽ നിന്ന് നമുക്ക് ഇത് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് ഒരു പരിപാടി തുടങ്ങാന്ന് പറഞ്ഞ് കേക്ക് റീൽസ് എന്നും പറഞ്ഞ് പരിപാടി തുടങ്ങി. അത് ഇവർ ലോങ് റണ്ണിൽ നന്നാവും, നല്ല രസമുള്ള കേക്ക് നന്നായി തുടങ്ങുന്നുണ്ടല്ലേ. ഈ ഇപ്പൊ രമേശ് മാത്രമല്ല, എനിക്കൊന്ന് ആ കേക്ക് കട തുടങ്ങിയതിൽ നന്നായി. കാരണം ഈ രമേശ് നേരത്തെ പറഞ്ഞതുപോലെ ഈ മിമിക്രിക്ക് ഒരു കാലദോഷം ഇപ്പൊ ഉണ്ടോ സംശയമുണ്ട്. നല്ലോണം ആൾക്കാരൊന്നും ഇപ്പം എന്നെ ഒന്ന് ചിരിപ്പിക്കാമോടാ എന്നുള്ള രീതിയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ. അതെ അതെ, രമേശ് അത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ഓവറായിട്ട് ലോജിക്ക് ചിന്തിക്കുക, ഓവറായിട്ട് ജഡ്ജ് ചെയ്യാനൊക്കെ തുടങ്ങിയാൽ നമുക്ക് സന്തോഷം കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെല്ലാത്തിന്റെയും കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നല്ലോണം ഒരു വലിയ വിഭാഗം ആളുകളായി കഴിഞ്ഞിട്ടുണ്ട്. ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ചിരിക്കുക, സന്തോഷിക്കുക എന്ന് പറയുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആരെന്ത് പറഞ്ഞാലും അതൊരു സ്റ്റേറ്റ്മെന്റായി സ്വീകരിക്കുക, പേഴ്സണലായിട്ട് സ്വീകരിക്കുക, അതിന്റെ ശരിതെറ്റുകൾ നോക്കുക എന്ന് പറയുന്നത് ഒരുപാടായി കഴിയുമ്പം ചിരി തീരെ ഇല്ലാണ്ടാവും. ഒരു നല്ല തമാശപ്പടം വന്ന് വിജയിച്ചു കൂടുക എന്നൊക്കെ പറയുന്നത് ഒരു റെയർ കേസായി മാറി. വലിയ പാടാ അല്ലേ? വലിയ പാടാ. ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ആള് ചിരിക്കത്തിലും തീരുമാനിച്ചിരിക്കുക. നമ്മൾ ഈ സംസാരിക്കുന്നു, ആളുകളിൽ ലോജിക്കൊക്കെ നോക്കി യവന്മാരെ പറ്റിയവന്മാരെ നോക്കട്ടെ അങ്ങനെ ചിരിച്ചു കൊടുക്കത്തില്ല. ഈ വീട്ടിലിരുന്ന് ഇത് കാണുന്നു. അത് ഈ ചിരിപ്പിക്കുന്നവന്റെ ഉത്തരവാദിത്വമാണെന്ന് വിചാരിക്കുന്നതിനേക്കാൾ അത് എന്റെ ആവശ്യമാണെന്ന് വിചാരിക്കുന്നിടത്താണ് ചിരിയുടെ ഒരു പ്രസക്തി വരുന്നുള്ളൂ. അങ്ങനെ അധികം ആൾക്കാർക്ക് എനിക്ക് ഈ നമ്മളിപ്പോ വെളിച്ചത്താണല്ലോ രമേശ്, ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നത് TV-യിൽ വെളിച്ചത്താണല്ലോ കാണുന്നത്. അവര് 100,000 പ്രശ്നങ്ങൾ നടുവില്ല. ചിലപ്പോൾ ഭാര്യയോട് മുടക്കി കാണും, അല്ലെങ്കിൽ പിള്ളേർ പരീക്ഷ എഴുതി കാണത്തില്ല, പല പല പ്രശ്നങ്ങൾക്ക് നടുവിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുന്നത്. ഒച്ച അലക്കാൻ തോന്നും അവർക്ക് ആ സമയത്ത്. അതേസമയം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മലയാളികൾ ഈ തിയേറ്ററിൽ പോയി കഴിഞ്ഞാലേ വെളിച്ചം അങ്ങ് അണഞ്ഞു കുമ്പ കുലുക്കി അങ്ങ് ചിരിക്കും. ജഗതിയുടെ കോമഡി എന്നൊക്കെ പറഞ്ഞിരിക്കും. അതിന് ഈ സീബ്ര എഫക്ട് എന്ന് പറഞ്ഞൊരു സീബ്ര എഫക്ട് ഒരു പുതിയ സാധനം പഠിപ്പിച്ചു തരാം. അത് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയുന്നത് നമുക്ക് വലിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മളൊരു ഓറഞ്ച് തൊപ്പിയും ഇങ്ങനെ ഒരു ഗോപുരം പോലത്തെ ഒരു തൊപ്പി വെച്ചൊരു കല്യാണ വീട്ടിൽ പോയി എന്ന് വിചാരിക്കുക. നമ്മൾ ഐസ്ക്രീം എടുക്കാൻ പോയിട്ട് രണ്ടാമത് ഐസ്ക്രീം എടുക്കാൻ പോയാൽ ഈ വിളമ്പാൻ നിൽക്കണവന് കൃത്യമായിട്ട് മനസ്സിലാവും ഈ തൊപ്പിയിട്ടവൻ ഇവനുള്ള ഇവനാണ്. പക്ഷെ ഒരു സാധാരണ ഷർട്ടും പാൻറ്റും ഇട്ടവൻ ഒരു 3 തവണ എടുത്താൽ പോലും ഈ വിളമ്പാൻ നിൽക്കുന്നവൻ കണ്ടുപിടിക്കുന്നില്ല. അതെ, അപ്പൊ ഈ കമന്റ് ഇടുന്ന സംഘം മറ്റേ സംഘം ഈ സീബ്ര ആ എഫക്ട് നിൽക്കും. അവരെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓറഞ്ച് തൊപ്പി ഇട്ടിട്ടാ നിൽക്കുന്നത്, പിടിക്കപ്പെടും. എപ്പോ പിടിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കേൾക്കേണ്ടി വരുന്നത്. ഈ രമേശ് കുറെ കാലം യഥാർത്ഥത്തില് രമേശിന്റെ തമാശയിലെ വേട്ടമൃഗം നമ്മുടെ ധർമ്മജൻ തന്നെയായിരുന്നു. കുറെ കാലം ഒന്നുമില്ല, ഏഷ്യാൻ പ്ലസിലൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണ് തപ്പിയ ധർമ്മജന്റെ പുറത്തായിരുന്നു. ഞാനും അവനും കൂടെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അവന് എളുപ്പമാ, അവൻ ഭിത്തി പോലെ നിൽക്കും, ഞാൻ പെയിന്റ് അടിച്ചിട്ട്. പക്ഷെ പൈസ തുല്യമായിട്ട് കിട്ടുമായിരുന്നു, ലാഭമായിരുന്നു. ഈ ധർമ്മജൻ തിരിച്ച് കൗണ്ടർ അടിച്ചിട്ടുള്ള തമാശ ഓർമ്മയുണ്ടോ? രമേശിനെ കടത്തി വിട്ടി. ധർമ്മനെ ഒരു വളരെ നല്ല മനുഷ്യൻ. ധർമ്മൻ ഒരു ധർമ്മജൻ അങ്ങനെ നാട്ടുകാർ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ. അലീസ് അവനതിൽ പോവും. എന്നെ പറ്റി സാറിന് അവനൊരു കുറ്റം പറഞ്ഞ് വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല. അവന്റെ കൂട്ടുകാരെ പറ്റി നമുക്ക് അവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനൊന്നും പറ്റില്ല. വളരെ ജെന്യുവൻ. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ രമേശ് പിഷാരടിയും ധർമ്മജനും രണ്ടൊരു പാത്രമായി പോയി എന്നോ പോയല്ലേ. നമ്മൾ തീരെ സ്ക്രൂ വെച്ചിട്ടുണ്ട്. വിചാരിക്കാത്ത ചില കാര്യങ്ങൾ ഇവൻ ചെയ്തു കളയും ചില സന്ദർഭത്തില്. കൊല്ലത്ത് ഉളിയക്കോവിൽ എന്ന് പറഞ്ഞ അമ്പലത്തിൽ ഒരിക്കലും ഒരു പരിപാടി. അപ്പോൾ വൈകുന്നേരം ഒരു 6-6:30 മണിക്ക് പരിപാടി തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ ധർമ്മന് ഡേറ്റ് കൊടുത്തു, ഞങ്ങൾ അവിടെ പോകണം, ഞങ്ങൾ റെഡിയാവാനൊക്കെ. അന്നത്തെ ദിവസം ഒരു ഉച്ചയോടുകൂടി ഞാൻ വിളിച്ചപ്പോൾ ഇവൻ കുന്നംകുളം മലപ്പുറം ഭാഗത്ത് എവിടെ ഒരു CD കടയുടെ ഉദ്ഘാടനത്തിന് പോയിരിക്കുക. ഞാൻ ചോദിച്ചേടാ നീ എന്ത് തെമ്മാടിത്തരം കാണിച്ചു, നമുക്കിന്ന് വൈകിട്ട് പരിപാടി ഉള്ളതല്ലേ, നീ വേണ്ടേ അതാ ഇതെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞില്ല, ഞാനൊരു കാറിലാണ് പോയിരിക്കുന്നത്, ഞാൻ നേരെ സ്പോട്ടിൽ എത്തിക്കോളാം, നീ ഒരു ടെൻഷനും വേണ്ട, കൂടിപ്പോയാൽ ഷോ തുടങ്ങി ഒരു 4-5 പാട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തും, അതുകൊണ്ട് ടെൻഷൻ അടിക്കുകയോ വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ അമ്പലത്തിലെത്തി, ഇവൻ എത്തിയിട്ടില്ല, ഇവൻ ഇങ്ങനെ അവിടെ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറെ നേരം കഴിഞ്ഞ് വിളിച്ചപ്പം എടാ എൻ്റെ വണ്ടി ഇടിച്ചു, അതുകൊണ്ട് ഞാൻ വൈകും എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ ധർമ്മ ഇങ്ങനെ നുണ പറയുന്നത്, ഇത് വേറെ പുതിയ നുണ വല്ലതും ഉണ്ടേ പറയാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് അവിടെ സംഭവിച്ചത് ആലപ്പുഴ ഭാഗത്ത് എവിടെ വെച്ച് ഇവന്റെ വണ്ടി ഒരു സൈക്കിളുകാരനെ മറ്റും ഇടിച്ചു.
അയാൾ നല്ല വെള്ളമായിരുന്നു, ഇടി കൊണ്ട ആള്. അയാളുടെ കുഴപ്പം കൊണ്ടാണ് വന്ന് വണ്ടിക്ക് മുന്നിൽ കയറിയത്. നാട്ടുകാരെല്ലാം കൂടി ഇടി കൊണ്ട ആളെ ധർമ്മജന്റെ വണ്ടിയിലേക്ക് കയറ്റിയിരുത്തി. ധർമ്മജന്റെ വണ്ടിയിലേക്ക് കയറ്റിയിരുത്തിയിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. ചോരയൊക്കെ ഉണ്ട്, രക്തമുള്ള ആളെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. ഈ പോണ വഴിക്ക് വെച്ച് ഇടി കൊണ്ട ആളിങ്ങനെ മുഖത്ത് നോക്കിയപ്പോൾ അടുത്തിരിക്കുന്ന ധർമ്മജനാ. ഇവിടെ തന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ചോദിച്ചപ്പോൾ ഞാൻ ധർമ്മജനാണ്. ആ ധർമ്മജനോ, നിങ്ങൾ എവിടെ പോകണമെന്ന് ചോദിച്ചു. കൊല്ലത്ത് ഒരു പരിപാടി ഉണ്ട്, അതിന് പോവാന്ന് പറഞ്ഞു. എന്നാ ഞാനും വന്നോട്ടെ എന്ന് ചോദിച്ചു. ആ ശരിയെന്നും പറഞ്ഞിട്ട് ഈ ഇടി കൊണ്ട ആളെയും കൊണ്ട് പോയില്ല. ഇല്ലെന്നേ, ഇടി കൊണ്ട ആള് ഇവനും കൂടെ ഉത്സവപ്പറമ്പിൽ സ്റ്റേജിന്റെ ബാക്കി വന്ന് നിൽക്കുകയാണ്. ധർമ്മനെ ഒരാളെയും കൊണ്ട് എന്റെ അടുത്ത് വന്നിട്ട് വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ, ദേ നോക്കുമെന്നും പറഞ്ഞു. ഒരാള് രക്തത്തിൽ കുളിച്ച് തൊലിയൊന്നും ഇല്ല മേത്ത്, കയ്യിലൊന്നും. അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയേക്കുവാ. ഞാൻ സൈഡിൽ കസേര ഇട്ടിരുത്തി ഇയാൾക്ക് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കമ്മിറ്റിക്കാർ ഓർത്തത് ഇയാള് സ്കിറ്റിന് മേക്കപ്പ് ചെയ്തിരിക്കുവാന്ന്. വനോ നോക്കിയിട്ട് ഇത് സൂപ്പർ ആയിട്ടുണ്ടെന്നുള്ള പോലെ അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഇയാളുടെ കെട്ടൊക്കെ ഇറങ്ങി തുടങ്ങുമ്പോ വേദന തുടങ്ങി. അവിടെ ഒരു വലിയ ഫാൻ വെച്ചിട്ടുണ്ട്. ഈ ഫാൻ ഇങ്ങനെ തിരിഞ്ഞ് ഇയാളുടെ നേരെ വരുമ്പോ ഇയാളിങ്ങനെ കാറ്റടിച്ചിട്ട് വേദനിച്ചിട്ട് ഞാൻ ചോദിച്ചു വേദനിക്കുന്നുണ്ടോന്ന് ചോദിച്ചിട്ട് പിന്നെ നമ്മള് അയാളെ കൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലൊക്കെ പോയി ചികിത്സിച്ച് മാറിപ്പോയി. പക്ഷെ ഈ ലോകത്ത് ആരെയും ഇടികൊണ്ട് കൊണ്ടുവരത്തില്ല. സാക്ഷിയായിട്ട് തെളിവ് കണ്ടോടാ. ഓക്കെ, ഈ വിദേശത്തൊക്കെ പോകുമ്പോഴും ഇതേപോലുള്ള പരിപാടി ധർമ്മം കാണിക്കൂ. ധർമ്മൻ വിദേശത്തൊക്കെ ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടില്ലേ? ഞാൻ പറഞ്ഞാൽ ഇപ്പൊ എന്നോട് എന്താ പേര് പണ്ട് ചോദിച്ചാൽ ഇപ്പൊ ചോദിച്ചാലും നാളെ ചോദിച്ചാൽ ഇതല്ലേ ഉള്ളൂ പേര്. ഇനിയിപ്പോ ഞാൻ പിന്നിലോട്ട് പോയി കുറച്ച് നാളും കൂടെ ജീവിച്ചാലേ പുതിയ കഥകൾ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കിടക്കാല്ലേ? അത്രയും നമ്മൾ ഈ ഡെയിലി പരിപാടിക്ക് പോകുമ്പോ കഥ പറഞ്ഞും പറയിച്ചു എല്ലാ സാധനങ്ങളും പറഞ്ഞു തീർന്നിട്ടുണ്ട്. ഇപ്പൊ വിദേശത്ത് പോകുമ്പോ ധർമ്മം ഒരിക്കലും ഞാനിപ്പോ ഒരു എയർപോർട്ടിൽ നിന്ന് ലിബാം തേച്ചു. സ്വിറ്റ്സർലാൻഡിൽ പോവാ, KG മാർക്കോസ് ചേട്ടന്റെ പരിപാടിയുടെ കൂടെ. കൊടും തണുപ്പാ. ഈ ലിബാം തേച്ചപ്പോ ഇവൻ എന്നെ എയർപോർട്ട് തൊട്ട് തത്തട ഉണ്ടുപോലെ ആയല്ലോ. ഓ നീ എന്നെ പെണ്ണോ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് നടക്കാനൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അവിടെ എത്തി 2 ദിവസം കഴിഞ്ഞപ്പം തണുപ്പടിച്ചിട്ട് ഇവന്റെ ഉപ്പൂറ്റിയും ചുണ്ടും ഒരുപോലായി, വിണ്ട് കീറിയിട്ട് ഇങ്ങനായി. എന്നോട് വന്നിട്ട് നീ ആ തേക്കുന്ന സാധനം ഒരു ഇച്ചിരി തരുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, തത്തട ഉണ്ടുപോലെയാവും, ഇതായിരുന്നു നീ തേക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ കൃത്യം വണ്ടി നിർത്തിയപ്പോ ഇവനെ തിന്നാനൊരു ബർഗർ കൊണ്ട് കൊടുത്തു. ബർഗർ ഇത്ര ഉണ്ട്, ഇവന്റെ വായാണെ പൊട്ടിയിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോ ഇവൻ ഈ ബർഗർ എടുത്ത് വെച്ച് ചുറ്റും നോക്കിട്ടെ അതും പറഞ്ഞ് വേദനിച്ച് എന്നിട്ട് പിന്നെ ലിബാം കൊടുത്തു. ഇങ്ങനെ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ രമേശ് ഒരു കഥ എവിടെങ്കിലും വേദിയിൽ പറഞ്ഞു കഴിഞ്ഞാലേ ആ കഥ എങ്ങ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്ത് എല്ലായിടവും എത്തും. എല്ലായിടും എത്തിപ്പോവും. എവിടെ പോയി എന്ത് പറഞ്ഞാലും എത്തും. അത് മാത്രല്ലെന്നേ, ഈ സോഷ്യൽ മീഡിയയില് കാലമൊന്നും കൃത്യമായിട്ട് പറയുന്നില്ലല്ലോ. ഇല്ല. അപ്പം നമ്മളിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് എന്റെ പണ്ടത്തെ ഒരു ഇന്റർവ്യൂവിൽ കല്യാണം കഴിഞ്ഞാണോ എന്ന് വെച്ചാൽ ഞാൻ അല്ലെന്ന് പറയും. പിന്നെ അല്ലേ കല്യാണം കഴിച്ചുള്ളൂ. അപ്പൊ ഏതോ ഇന്റർവ്യൂവിൽ മക്കൾ എത്രയെന്ന് വെച്ചപ്പോ ഞാൻ 2 പറഞ്ഞിട്ടുണ്ട്. അത് അന്ന് എനിക്ക് 2 ഉള്ളൂ. അന്ന് 2 ഉള്ളൂ. ഈ ഇടയ്ക്ക് തിയേറ്ററിൽ പോയിട്ട് 3 കൊച്ചുമായിട്ട് ഒരു സ്ത്രീ വന്നിട്ട് ഇതാരാ, ഞാൻ പറഞ്ഞു എന്റെ മോനെ. എന്നിട്ട് ഇന്റർവ്യൂവിൽ 2 ഉള്ളെന്ന് പറഞ്ഞല്ലോ എന്ന്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ ഇതൊക്കെ എഴുതുന്ന ആൾക്കാരെ ഒരു കാര്യം ചെയ്യും. ഈയിടയ്ക്ക് ഈ പ്രോഗ്രാമിൽ ജഗദീഷ് വന്നായിരുന്നു. ജഗദീഷ് വന്നപ്പോ ചുമ്മാ നമ്മളൊരു തമാശക്ക് ഒരു ഉടക്കുടക്കി, ഒരു രസം കുറെ കാലം അതിൽ കണ്ടിട്ട് ഇവനൊന്ന് ഉടക്കിയേക്കാന്ന് വിചാരിച്ചേ. അങ്ങ് ഉടക്കി അങ്ങ് സൂപ്പറായി. സംഭവം അത് ടെലികാസ്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴേ ശ്രീകണ്ഠൻ നായരും ജഗദീഷും തമ്മിൽ ഏറ്റുമുട്ടി. ജഗദീഷ് ഇറങ്ങിപ്പോയി. ജഗദീഷ് ഇറങ്ങി പോയിട്ടില്ല എന്നുള്ളത് അവര് അറിയുന്നില്ല. അതൊക്കെ വായിക്കുന്ന അയാൾ പിണങ്ങി ഇറങ്ങിപ്പോയോ? അല്ല, അത് അറിഞ്ഞാലും അത്രയാണ് അവർക്കൊരു ക്ലിക്ക് കിട്ടാൻ. 150K നിൽക്കുമായിരുന്നു. അപ്പൊ 232K എത്തിയെന്നാണ് അവർ പിന്നീട് പറഞ്ഞു. ഞാൻ ചോദിച്ചു ജഗദീഷ് ഇറങ്ങിപ്പോയെന്ന് തന്നെ ടൈറ്റിൽ ഇടണമായിരുന്നു എന്ന് ചോദിച്ചു. ഒരു തമാശയല്ലേ ഇത്? വിശ്വസിക്കുന്നുണ്ട്. കുഞ്ചാക്കോവൻ ഒരു മിനി കൂപ്പർ കാറ് മേടിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഒരു വാർത്ത ഞാൻ നോക്കുമ്പോൾ ഓൺലൈനിൽ നിൽക്കുന്ന ചാക്കോച്ചനുണ്ട്, ഭാര്യയുണ്ട്. വീട്ടിൽ പുതിയ അതിഥി എത്തിയതിന്റെ സന്തോഷത്തിലാണ് കുഞ്ചാക്കോവൻ. എന്നെ 10 പേര് വിളിച്ച് 2ാമത് കൊച്ചുണ്ടായെന്ന് ചോദിച്ചിട്ട്. ചാക്കോച്ചന് പ്രിയ പിന്നെ ഗർഭിണിയായല്ലേ എന്നൊക്കെ ചോദിച്ച് വിളിവരും. കാറാ എന്ത് ചെയ്യുന്നത്? ഇടുന്നത് ഒരു പരിപാടി തന്നെയാ. മാത്രമല്ല ഇത് ഈ തലക്കെട്ടാണ് ഇപ്പം പിടിച്ചു നിർത്തിയിരിക്കുന്നത്. കാരണം ഈ തലക്കെട്ടിലാണ് ആൾക്കാരൊന്ന് ചൂണ്ടയിടുന്നത്. 120K 160K ആയിട്ട് മാറുന്നത്. ഈ രമേശ് സ്വന്തമായിട്ട് K ഉണ്ടോ ഇപ്പോ? കാര്യം സാറിന് K ഉണ്ടോ? എനിക്ക് K ഉണ്ട്. ഞാൻ നിർത്തി ഇപ്പോ. കണക്ക് K അനുസരിച്ച് അപ്പൊ കാശെന്ന് പരിപാടി അനുസരിച്ച് ഗൂഗിള് ടൈപ്പ് കാശ് കൊടുക്കുന്ന K അനുസരിച്ചാണെന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. പണ്ട് നമ്മൾ എത്ര പേര് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഈ ലൈക്കിനൊക്കെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടല്ലോ. എത്ര പേര് സ്നേഹിച്ചു എന്നൊക്കെ അറിയണ്ട. പിന്നെ എന്താന്ന് വെച്ചാലേ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നല്ലാതെ ഇതിനൊന്നും വലിയ പരിഹാരമൊന്നുമില്ല. ഇതിനോടൊക്കെ കൂടെ പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. ഒന്നും ഒരു പരിഹാരമില്ല. അത് വരും, ഇനിയും വരും. ഒന്നുകിൽ അങ്ങനത്തെ കണ്ടന്റുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് ആദ്യം തന്നെ നമ്മുടെ കണ്ടന്റാക്കി മാറ്റിയിട്ട് വിറ്റ്
നമ്മൾ പൈസയാക്കാൻ നോക്കുക, അത്ര നടക്കുള്ളൂ. ഞാനൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചു, ആരൊക്കെ അവിടെ ഉണ്ട്, ഞാൻ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചെന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തിന്നുന്ന വീഡിയോ ദൂരെ നിന്ന് എടുത്തേക്കാണ്, എന്നിട്ട് റീലാക്കി ഇട്ടേക്കാണ്. ലളിത ചേച്ചിയുടെ ശബ്ദവും ഓ തീറ്റ 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 തിന്നു മുടിയാനായിട്ടൊരു ജന്മം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ട് കുടുംബത്തിന് തന്നെ ആരോ പറഞ്ഞു ഇവിടെ വന്ന ചോദ്യമുണ്ട്, കോടിക്കണക്കിന് രൂപയുണ്ടെന്നൊക്കെ. ഒന്നും കാണുന്നില്ല, ഒരു കാര്യമില്ല. രമേശിന്റെ കാര്യം എന്തോ റിമി ടോം ഇവിടെ വന്നിരുന്നു കഴിഞ്ഞ ദിവസം. ഇവിടെ വന്നു പറയാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഷാരൂഖ് ഖാന്റെ കാര്യം ഓർത്തു. ഷാരൂഖ് ഖാൻ കിടക്കുമ്പോൾ എന്തിന് രമേശ് പിഷാരടിയെ കുറിച്ച് പറയുന്നു? റീമിയുടെ ഒരിക്കൽ റീമി അല്ല റിമി, നോട്ട് റിമി, റിമി. ഞാനൊക്കെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. ഒരിക്കൽ പരിപാടി കഴിഞ്ഞ് വരുമ്പോഴേ വരുമ്പോ റീമിയുടെ ഗാനമേള നടക്കുന്നു. എനിക്ക് പിന്നെ എനിക്കത് കുഴപ്പമില്ല. റിമിയുടെ ഗാനമേള നടക്കുന്നു കടുത്തുരുത്തി ഭാഗത്തൊരു പള്ളിയിൽ. അപ്പോൾ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഏറ്റവും ബാക്കിൽ പോയി നിന്നിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഗാനമേള കേട്ടപ്പം റിമിയുടെ സൗണ്ട് എഞ്ചിനീയർ എനിക്ക് പരിചയമുണ്ട്. പ്രിൻസ് ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പോഴത്തെ സൗണ്ട് എഞ്ചിനീയർ. ഞാൻ തബലയുടെ ലെവൽ കുറവാണോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ പ്രിൻസ് ചേട്ടനെ വിളിച്ചു പറഞ്ഞു, പ്രിൻസ് ചേട്ടാ തബല ബാക്കി കേൾക്കുന്നില്ല, തബലയുടെ ലെവൽ ഇത്തിരി കൂട്ടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഉണ്ടടാ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇല്ല തബലയില്ല, ബാക്കി കേൾക്കുന്നില്ല, കൂട്ടിക്കോളാൻ പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിൻസ് ചേട്ടനെ പിന്നെയും വിളിച്ചു. ചേട്ടാ ചെയ്തില്ല ചേട്ടാ, ഞാൻ ബാക്കിൽ നിന്ന് ഗാനമേള കേൾക്കുന്നുണ്ട്, മിക്സ് ഔട്ട് ഇച്ചിരി തബല ലെവൽ കുറവുണ്ടോ എന്നൊരു സംശയം ഉണ്ടോ? ഇല്ലടാ ഇനി കൂട്ടിയാൽ അലമ്പോ, ഇനി കൂട്ടാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. പുള്ളി എന്നോട് ചോദിച്ചു നീ കോഴിക്കോടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കോഴിക്കോടില്ല, കടുത്തുരുത്തിയില്ല. പിന്നെ എന്തിനാ നീ തബല കൂട്ടാൻ പറഞ്ഞെന്ന് നോക്കിയപ്പം അന്ന് ശ്രീമിക്ക് വേറെ സൗണ്ട് എഞ്ചിനീയറാ. പ്രിൻസ് ചേട്ടൻ കോഴിക്കോട് ഏതോ പാട്ടുകാരന്റെ കോഴിക്കോട് തബല കേറി വരുവാ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് കടുത്തുരുത്തിലെ തബല അങ്ങനെ തന്നെ കിടക്കാം, കോഴിക്കോട്ടെ തബല മാത്രമേ കേൾക്കാനുള്ളൂ, വേറൊന്നുമില്ല. ഈ രമേശ് റിമിയുടെ കൂടെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടല്ലോ ഇഷ്ടം. ഈ സ്റ്റേജിൽ കാര്യം റിമി ഒരു ഓൾറൗണ്ടർ ആണല്ലോ. അതെ, വിവിധ കലാപരിപാടികൾ കയ്യിലുള്ള ഒരാളാണ്. റിമിയൊക്കെ അടുത്ത സെക്കൻഡ് എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രമാണ് അല്ലേ? അതിന്റെ ഒരു എന്റർടൈൻമെന്റ് ഉണ്ട് നമുക്ക് എപ്പോഴും അതിന്റെ എന്റർടൈൻമെന്റ്. അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ കൊടിയേരി ബാലകൃഷ്ണൻ സഖാവിനോട് റീമി ചോദിക്കുന്നത്, സാറേ എന്താ എപ്പോഴും ഇങ്ങനെ വെള്ളയും വെള്ളയൊക്കെ ഇട്ടോണ്ട് മടുക്കില്ല, ഇടയ്ക്ക് ഒരു ജീൻസും ടീഷർട്ടും ഒക്കെ ഇടാൻ തോന്നുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളോട് ചോദിക്കാൻ പറ്റുമോ? അതിനൊക്കെയുള്ളൊരു സ്വാതന്ത്ര്യം. ഞാൻ റിമിയോട് തന്നെ ഒരു കാര്യം പറഞ്ഞു. എറണാകുളത്ത് ടൂറിസം വാരാഘോഷത്തിന് എല്ലാ വർഷവും റിമിയുടെ ഗാനമേള ഇവിടുത്തെ ജില്ലാ കളക്ടർ ബുക്ക് ചെയ്യുമായിരുന്നു. അദ്ദേഹം റിമി ടോമിയുടെ എപ്പോഴും ഫോണിൽ സംസാരിച്ചു, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. ഒരു ദിവസം ഫ്രണ്ട് ഇരുന്ന് റിമിയുടെ ഗാനമേള ഈ വാരാഘോഷത്തിന് കേട്ടോണ്ടിരിക്കും. അങ്ങനെ വിചാരിച്ചു ഇടവേളയ്ക്ക് പോയി റിമി ഒന്ന് പരിചയപ്പെട്ടേക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ റിമി ഞാനാണ് ജില്ലാ കളക്ടർ ഇന്നാര് എന്ന് പറഞ്ഞതും എന്റെ കളക്ടർ ചേട്ടാ എന്റെ 50,000 രൂപ എന്തിന് കട്ട് ചെയ്ത് കളക്ടർ ചേട്ടാ? കളക്ടർ എടുത്തി അടി കൂടി കളഞ്ഞു. കാര്യം 6-7 കൊല്ലമായിട്ട് പുള്ളി നടക്കുമായിരുന്നു. അത് റിമിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെന്ന് കയറി കൊടുത്തു. പുള്ളി വിചാരിച്ചു ഓ സാറായിരുന്നോ, അയ്യോ ഞാൻ വിചാരിച്ചു വേറെ കുറച്ചുകൂടെ ചെറുപ്പമുള്ള ഒരാളായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പുള്ളി. പക്ഷെ ഇപ്പൊ റീമിയൊക്കെ ഭയങ്കര ജിമ്മിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അയ്യോ കംപ്ലീറ്റ് പോയി. ഇവിടെ വന്നപ്പോണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ പറയാ നിങ്ങള് ദേശം കുന്നുമ്പുറക്കാര് അറിയണം കേട്ടോ, മെലിഞ്ഞ ഇങ്ങനെ മെലിയും ആളുകൾ. അതായത് റീമി ടോമി വേറൊരു റീമി ടോമിനെ കൊന്നിട്ടുണ്ട്. ഒരു റീമി ടോമി തന്നെ റീമി ടോമിയുടെ അടുത്ത് പോയി അത്രയും കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ LED എന്തോ സംഭവം വരുന്നുണ്ട്. ഇത് എന്റെ പുസ്തകം ചിരിപുരണ്ട ജീവിതങ്ങൾ എന്ന് പറഞ്ഞൊരു ബുക്ക്. ഞാനൊരു വാരികയില് ഇങ്ങനെ ഓരോ ആഴ്ച ഓരോ കഥ വീതം എഴുതിയതാണ്. നന്നായിട്ട് വിറ്റുപോയി കാണുമല്ലോ ഇത്. നന്നായിട്ട് പോകുന്നു, നല്ല കൃഷി. ഒന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇപ്പൊ ആളുകൾ മേടിക്കുന്ന ബുക്കുകൾക്ക് വണ്ണം കുറവായിരിക്കണം, തടി വരരുത്. തടി ആളുകൾക്ക് ഇച്ചിരി വരരുത്. കയറ് പോലുള്ള പുസ്തകമൊന്നും അല്ല ആൾക്കാർ വേണ്ടത്. മെയിൻ വായനക്കാരല്ല, ചെറു വായനക്കാരുണ്ട് ഒരു യാത്രയിൽ. അങ്ങനെയൊക്കെ വായിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത് പിന്നെ കണ്ടിന്യൂ. മാത്രമല്ല എനിക്കൊന്ന് ഈ വന്ദേ ഭാരതൊക്കെ വന്നപ്പോഴേ ട്രെയിനിന്റെ യാത്രയുടെ നീളം കുറഞ്ഞല്ലോ, പെട്ടെന്ന് തിരുവനന്തപുരം എത്തുമല്ലോ, തീരണം. പിന്നെ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, വായിച്ചു തുടങ്ങി വായിച്ചു ഒരു 80 പേജ് വായിക്കുമ്പോൾ 1ാമത്തെ പേജ് വായിച്ചത് മറന്നു പോരുത്. അവിടെ ഒരു കഥാപാത്രത്തിനെ നമ്മൾ മറന്നു പോരുത്. ഇപ്പൊ നമ്മൾ വിഷ്വലുകളോട് കൂടുതൽ പൊരുത്തപ്പെട്ടിട്ട് അങ്ങനെ നമുക്ക് ഓർത്തെടുക്കാൻ പാടുണ്ട്. ഇത് ചെറിയ 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 കഥകളാണ്. ഒരു 10. ഈ പുസ്തകം മമ്മൂക്കയല്ലേ പ്രകാശനം ചെയ്ത്? അദ്ദേഹത്തെ പണിഷ് ചെയ്തോ? എന്തിന്? ഇത് വായിക്കാൻ പറഞ്ഞോ? അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. വായിച്ചോ ഇല്ലെന്നൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. അത് എന്തെങ്കിലും ഒരു ദിവസം ചോദിക്കണം. അതിന്റെ ഒരു റിപ്ലൈ ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. അതൊരു നിർബന്ധം പോലെ ആവുന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വേണേ വായിക്കട്ടെ, വേണ്ട അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് വായിച്ചു അങ്ങനെ ശല്യം ചെയ്യാൻ പാടില്ലല്ലോ. ഇല്ല, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഉദാര മനസ്സോടെ അത് വായിക്കണം. വായിച്ചിട്ടുണ്ടാവാം, ഇത് വായിച്ചു കാണാൻ സാധ്യതയില്ല. അല്ലേ മറുപടി പറഞ്ഞല്ലോ ഉണ്ടാവില്ലായിരിക്കും. ഇനിയിപ്പോ മമ്മൂക്ക എങ്ങാണ് ഇത് കേൾക്കുകയാണെങ്കിൽ കുട്ടേട്ടാ. നമസ്കാരം രമേശ് പിഷാരടി. നമസ്കാരം. താങ്കൾക്ക് സുഖം തന്നെയല്ലേ? സുഖം. എനിക്ക് താങ്കളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? വർഷങ്ങൾക്ക് മുമ്പ്
കുമരകത്ത് താങ്കളും സുഹൃത്തുക്കളും ചേർന്ന് ഒരു അധ്യാപകനെ കാണാൻ പോയി. ഉവ്വ. എന്നിട്ടൊരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ, ഇല്ലേ? ഉണ്ടോ? ഉണ്ടുണ്ട്. കുട്ടേട്ടാ, കൊള്ളാട്ടോ ഞാൻ കുട്ടേട്ടാ. കുട്ടേട്ടൻ ചോദിച്ചപ്പോഴേ സുഖമാണെന്ന് ചോദിച്ചപ്പോഴേ ഒരുപാട് സുഖത്തിന് കാരണം എന്താന്ന് ഇവിടെ ചോദിക്കുന്നു. ഇതല്ല, ഞാൻ ഇടയ്ക്ക് ബാറുകളൊക്കെ പൂട്ടിയല്ലോ, 5 സ്റ്റാർ മാത്രമേ ഉള്ളൂ. അപ്പം 5 സ്റ്റാർ മാത്രം ഞാൻ ആ സമയത്ത് ഒരു ഇച്ചിരി കഠിനത ഉണ്ട്, വലിയ പാടാ. ആ സമയത്ത് എന്റെ ഒരു സുഹൃത്ത് ഓസ്ട്രേലിയയിലുള്ളൊരുത്തം വന്നു. ഓസ്ട്രേലിയയിലുള്ളവൻ വന്നപ്പോ അവൻ അവിടെ ചെന്ന് പണക്കാരനായിട്ട് തിരിച്ചു വന്ന കൂട്ടുകാരനാ. അവൻ ഞങ്ങളെയൊക്കെ വിളിച്ചു പോവാന്ന് പറഞ്ഞിട്ട് കുമരകത്ത് ഒരു സ്റ്റാർ ഹോട്ടലിൽ പോയി. സ്റ്റാർ ഹോട്ടലിൽ പോയി അവന്റെ ചെലവാണല്ലോ, ആഘോഷാക്കി പഴയ കലാലയ കഥകൾ ഇങ്ങനെ പറഞ്ഞ് ഡിഗ്രി പ്രീ ഡിഗ്രി കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നൊസ്റ്റാൾജി അടിച്ച് ഒരു പരിധി എത്തിയപ്പം ഇവനൊരു സാറിനെ ചേട്ടാന്ന് വിളിച്ചൊരു സംഭവമുണ്ട്. ഈ സാറിനെ ഇവൻ ചേട്ടാന്ന് വിളിക്കുള്ളൂ. സാർ അതിന് വലിയ വഴക്കൊക്കെ ഉണ്ടാകും. ഇവൻ പിന്നെയും ചേട്ടാന്ന് വിളിക്കും ഇടയ്ക്ക്. അങ്ങനെ വഴക്കുണ്ടാകും കോളേജിലെ സാറിനെ. അങ്ങനെ നമുക്ക് ആ സാറിനെ കണ്ട് മാപ്പ് പറയണം എന്നൊരു തോന്നൽ. ഇപ്പൊ സമയം ഒരു 12:30 രാത്രി ആയിട്ടുണ്ട്. 4 ബൈക്ക് പുറപ്പെട്ട് വൈക്കത്തിനപ്പുറം സാറിന്റെ വീട്ടിലേക്ക് മാപ്പ് പറയാൻ പോവാ. മറ്റേ വാറിന് പോകുന്നതാ. അവിടെ ചെന്ന് സാറിന്റെ വീട്ടിൽ ചെന്നപ്പോ ഗേറ്റ് അടച്ചിട്ടേക്കാണ്. ഞങ്ങള് മതിലിയാടി ഇതിലാണോ? അങ്ങനെ ഞങ്ങൾ മതിലിയാടി വീടിന് ചുറ്റും ഇങ്ങനെ നടന്നു. വീടിന് ചുറ്റും ഞങ്ങൾ സാറേ എന്നൊക്കെ വിളിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സമയത്ത് മറ്റേ കൈ വെട്ടിയ കേസൊക്കെ നടക്കുന്ന സമയം അധ്യാപകന്റെ. ഞങ്ങളിങ്ങനെ വിളിച്ചു നടന്ന് കുറച്ച് കഴിഞ്ഞപ്പം പുറത്തൊരു ജീപ്പിന്റെ ലൈറ്റ് കണ്ടു. പോലീസുകാർ വന്നു. ഞങ്ങളൊക്കെ ഈ സാറ് അകത്തിരുന്ന് സാമൂഹ്യ വിരുദ്ധർ വീട്ടിൽ കയറിയെന്ന് വിളിച്ചു പറഞ്ഞു. ഞങ്ങളെ പോലീസ് പിടിച്ചോണ്ടായി. ഗുരുഭക്തി കൊണ്ട് പോയതാ. അപ്പൊ പോലീസ് പിടിക്കുന്നതിന് മുമ്പ് ലൈറ്റ് ഇട്ടിട്ട് സാറ് മുറ്റത്ത് വന്നപ്പോ ഞങ്ങളല്ലേ സാർ, ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളാണ്, സാറ് ഞങ്ങളെ പഠിപ്പിച്ച പുള്ളി ഇവരെ ഒന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞ് ഇരുട്ടത്ത് എല്ലാരും താടി മീശയൊക്കെ ആയിട്ട് വന്നേക്കുമല്ലേ. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോലീസ് ഇത് വലിയ കുഴപ്പമൊന്നുമില്ല വിട്ടേക്കാന്ന് പറഞ്ഞ സമയത്ത് ഈ ചേട്ടാന്ന് വിളിച്ചു, എസ്ഐനെ ചേട്ടാന്ന് വിളിച്ചു. ചേട്ടാന്ന് വിളിച്ചു. ശരി ചേട്ടാന്ന് കണ്ട് പറഞ്ഞിട്ട് പിന്നെയും കുറച്ച് ചീത്ത കേട്ട് വന്നിട്ടുണ്ട്.